അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടർ തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഗൈഡുമാരിൽ നിന്ന് അവർക്ക് വേണ്ടാത്ത സഹകരണം കിട്ടാത്തവരുണ്ട്. ഈശോയെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർക്ക്
എന്തെങ്കിലും ജോലി കിട്ടണ ഒരു ചാകര സമയമാണിത്. ഇതുവരെയൊക്കെ ഒരു ജോലി കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഈശോയെ. കടങ്ങൾ മാത്രം ബാക്കിയായിട്ട് മക്കൾ വിഷമിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവരെ വെറും കൈയോടെ വരുന്നതും കാണുന്നുണ്ട്. ഈശോയെ, എല്ലാവരുടെയും കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം കടലിൽ നീ അനുഗ്രഹിക്കണം കർത്താവ്. കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് കർത്താവെ, അതുകൊണ്ട് വേണ്ടത്ര വരുമാനമോ അതിൻ്റെ തൊഴിൽക്കൂലികൾ കൂടുകയും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിറ്റ് വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? സ്ഥലം വിറ്റ് കളഞ്ഞാലോ, റബ്ബർ തോട്ടമോ ഏലത്തോട്ടമൊക്കെ വിറ്റ് കളഞ്ഞാലോ, അത് നോക്കി നടത്തുന്ന ആളിലൊന്ന് ഓർത്ത് വിചാരിച്ചിട്ട് സ്ഥലം വിൽക്കാൻ നടക്കുന്നവരുണ്ട്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. ഈശോയെ, പല തരത്തിൽ വിഷമിക്കുന്ന അനുഭവിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവെ, അത് നിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കൃപാസനത്തിലെ പല ക്രിസ്ത്യൻ സാക്ഷ്യങ്ങളെക്കാളും ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്ന നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കും, നമുക്ക് തോന്നും, ദൈവമേ, ഇവർക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നെന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഈ ക്രിസ്ത്യൻസ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർ ദൈവബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ ഉടമ്പടിയേതര മാർഗങ്ങൾ, നൊവേന പോലെയുള്ള അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലെയുള്ള പലതരത്തിൽ ദൈവത്തോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ അങ്ങനെ പലതും അവർ അനുഷ്ഠിക്കും. തീർത്ഥയാത്ര, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന, നൊവേന പ്രാർത്ഥന, കർണക്കൊന്ത, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അനുഷ്ഠിക്കും. എന്നിട്ട് അതിൽ ഒരു കാര്യമായിട്ട് ഉടമ്പടി എടുക്കും. നിങ്ങൾ ഈ ജന്മത്ത് ഉടമ്പടിയുടെ യാതൊരു അനുഗ്രഹങ്ങൾക്കും അവകാശമാക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയിലായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒരാളെ വിളിച്ച് ഉറക്കത്തിൽ വിളിച്ചാലും അയാൾ ആദ്യം ചിന്തിക്കണം, അയ്യോ ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നായിരുന്നു. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുന്നത് മറ്റുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങാനും പഠിക്കൽ ബിരിയാണി വിളമ്പിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കെങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഉറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, ഇനി അതും എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ കയറി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്താൽ ഒരിക്കലും ഉടമ്പടി അതിൻ്റെ ക്ലച്ച് കിട്ടത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഉടമ്പടിക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കണത്, വേറെ എന്തിനു വേണ്ടിയാണ്? ഉടമ്പടിക്ക് വേണ്ടി ഇപ്പം ചില ആൾക്കാർക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല. അവരോട് ചോദിക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ആ ഉടമ്പടിയിൽ വെച്ചാൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ആ ഉടമ്പടി തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഉടമ്പടി തന്നെ ഒരാൾ ഹാപ്പി ആണെങ്കിൽ അയാൾ വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്തും. കാര്യം എന്താണ്? ഉടമ്പടിയിൽ തന്നെ അയാൾ ഹാപ്പി ആണെങ്കിൽ ദൈവത്തിൽ ഹാപ്പി ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഒരു വചനം വായിച്ചില്ലേ, വിശ്വസിക്കാൻ, കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ
സന്തോഷിച്ചുകൊണ്ട് അവരും കുടുംബവും സന്തോഷിച്ചു വന്നു. അപ്പോസ്തല പ്രവർത്തനം 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജോലി കിട്ടിയത് കൊണ്ടോ ദൈവത്തിൽ നിന്ന് മക്കള് ജനിച്ചത് കൊണ്ടോ വീട് വെച്ചത് കൊണ്ടോ ഒന്നുമല്ല. സുവിശേഷത്തിലെ കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് അയാളും കുടുംബം. പാറാവുകാരനെ കുറിച്ച് പറയണേ, പാറാവുകാരനും കുടുംബവും സന്തോഷിച്ചു വന്നു. എൻ്റെ മക്കളെ, ഈ സന്തോഷത്തിലേക്ക് വരണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബവും സന്തോഷം ഉണ്ടാകണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീയും കുടുംബവും സന്തോഷം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിൻ്റെ സന്തോഷത്തിന് ഒരു കാലത്തും കുറവ് വരത്തില്ല. കാര്യം എന്താ? നിൻ്റെ സന്തോഷത്തിൻ്റെ ആസ്പദം ദൈവത്തിൻ്റെ ആനുകൂല്യമല്ല, ദൈവം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഈ ആൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാവാൻ അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ പേര് ഗായത്രി. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ്, മകൾ പാർവതി, പാർവണ. ഞാൻ സൗദിയിലാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത്. പുള്ളിക്കാരത്തി എനിക്ക് സ്ഥിരമായിട്ടൊരു തലവേദന വന്നുകൊണ്ടിരുന്നപ്പോൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി തൈലം എനിക്ക് തന്ന് അത് പുരട്ടി തലവേദന കുറഞ്ഞു. അങ്ങനെയാണ് മാതാവിനെ പറ്റി ഞാൻ അറിയുന്നതും. 2022 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എൻ്റെ മോളുടെ +2 കഴിഞ്ഞ് NIT അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷനും കിട്ടി. അവളിപ്പോൾ NITയിൽ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെച്ചത്, എനിക്ക് 11 വർഷമായിട്ട് 15 ലക്ഷത്തോളം വരുന്ന സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചു തീർക്കാനൊരു വഴി കണ്ടെത്തി തരണമേ മാതാവെന്ന് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വർഷമായിട്ട് അത് അടഞ്ഞു തീർന്നെങ്കിലും ഞാൻ അടച്ചു തീർക്കണം എന്ന് പറഞ്ഞ് വെച്ചില്ല. അടുത്ത തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ജനുവരി 2025 മുന്നേ അത് മുഴുവനായും അടച്ച് എനിക്ക് പണയം എടുക്കാൻ പറ്റണം എന്ന് ഞാൻ നിയോഗം വെച്ചു. അതുപോലെ ജനുവരിക്ക് മുന്നേ എനിക്ക് മുഴുവൻ സ്വർണവും എടുക്കാൻ പറ്റി, വേറെ കടങ്ങളൊന്നുമില്ലാതെ തന്നെ. അതുപോലെ നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സൗദിയിൽ സ്ഥിര വരുമാനമുള്ളൊരു ജോലി കിട്ടണം എന്ന് ഞാൻ വെച്ചു. കാരണം അവിടെ കൂടുതൽ നേഴ്സ് അങ്ങനെയുള്ളവർക്കാണ് ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാൻ ഒരു MCOM ഗ്രാജുവേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് 2 സ്കൂളിൽ നിന്ന് ഇതുപോലെ, ഒരു സ്കൂളിൽ നിന്ന് അക്കൗണ്ടൻ്റായിട്ട് ഒരു ജോലിക്ക് റിക്വയർമെൻറ്റ് വന്നു. ഞാൻ അപ്ലൈ ചെയ്തു, അത് കിട്ടി. പിന്നെ ഇന്ത്യൻ എംബസി സ്കൂളിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അതിലും എക്സാം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ, റിട്ടൺ ടെസ്റ്റ്, കുറേ ടഫായിരുന്നു. അപ്പോൾ അതെല്ലാം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതെല്ലാം എക്സാം എല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു, ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ വളരെ കുറഞ്ഞു. ജസ്റ്റ് പ്രാർത്ഥിക്കും, എന്നാലും വചനം വായിക്കാൻ സമയമില്ല, ജപമാല വായിക്കില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മാർച്ചിൽ ഹസ്ബൻഡിന് ഓഫീസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ട് പുള്ളി സഡൻലി ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ സൗദിയിൽ നമ്മളങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയുടെ വിസയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എക്സിറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ജോലി അതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അവർ കമ്പനിക്കാർ എക്സിറ്റ് അടിക്കാൻ നോക്കിയപ്പോൾ പുള്ളി എക്സിറ്റ് അടിക്കാൻ സാധിക്കുന്നില്ല. കാരണം പുള്ളി സ്വന്തം പേരിലൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നവംബറിൽ. അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായി അത്ര നല്ല ഇതിലൊന്നും അല്ലായിരുന്നെങ്കിലും പുള്ളി വളരെ കഷ്ടപ്പെട്ടാണത് വാങ്ങിച്ചത്. അപ്പോൾ ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് സമ്മതിച്ചില്ല. പക്ഷേ പുള്ളിയുടെ നിർബന്ധം കാരണം പുള്ളി വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടി ഉള്ളതുകൊണ്ട് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റീകോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നവംബർ 17 ഞാൻ ആ വണ്ടി കാണുന്നത്. നവംബർ 18 ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ആ വണ്ടി വാങ്ങിക്കുന്നത്. ആ വണ്ടിയുടെ നമ്പറിൽ 7 എന്നുള്ള ഒരു നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവ് അത് ഞങ്ങൾക്ക് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്നേ തന്നതാണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആ വണ്ടി ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല. ഞങ്ങളവിടെ നിന്നു. പിന്നെ പുള്ളിക്ക് വേറൊരു കമ്പനിയിലോട്ട് മാറി. അപ്പോൾ ഞങ്ങളവിടെ ഇപ്പോൾ പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സെപ്റ്റംബറിൽ മാത്രമേ ഇന്ത്യൻ സ്കൂളിൽ ജോലി കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്, നോർമൽ പ്രോസസ്സിൽ.
നോർമൽ പ്രൊസീജിയറിൽ അവിടെ വേക്കൻസി വരുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷേ ഈ സമയത്ത് മെയ് 3 എനിക്ക് സ്കൂളിൽ നിന്ന് കോള് വന്നു ഉടനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മെയ് 5 ചൊവ്വാഴ്ച ഞാൻ ഇന്ത്യൻ എംബസി സ്കൂളിൽ ജോയിൻ ചെയ്തു ടീച്ചറായിട്ട്. നോർമലി അവിടെ ഫസ്റ്റ് ടൈം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആർട്ട് ടീച്ചറായിട്ടോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ് ടീച്ചർഷിപ്പ് തന്നെ കിട്ടി. അപ്പോൾ അതിന് അവിടെ പലരും ചോദിച്ചു ആരാ റെക്കമെൻഡ് ചെയ്തത്, അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും കിട്ടില്ല, ഞങ്ങളെല്ലാവരും 2 ഇയേഴ്സ് ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ക്ലാസ് ടീച്ചറായത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവാണ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് ആ ജോലി കിട്ടിയതും. ടൈം ഷോർട്ടനിങ്ങും എനിക്കവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല സെപ്റ്റംബറിൽ കിട്ടേണ്ടത് ഫാസ്റ്റായിട്ട്, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ഫാസ്റ്റായിട്ട് KG സെക്ഷനിൽ റിക്വയർമെൻറ്റ് വരില്ല. കാരണം പണ്ട് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെ അവർ വേറെ സെക്ഷനിലോട്ട് മാറ്റി. അപ്പോൾ KGയിൽ വേക്കൻസി വന്നു, നഴ്സറിയിൽ അഡ്മിഷൻ കൂടി, ഡിവിഷൻ കൂടി, അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്. അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് എനിക്കത് കിട്ടിയത് വളരെ സഹായമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയത് പ്രാർത്ഥനകളും മാതാവിൻ്റെ ഇടപെടലും കൊണ്ടാണ്. പിന്നെ പ്രാർത്ഥനാ ജീവിതം ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞാൻ 1/2 മണിക്കൂർ വചനം വായിക്കും, ജപമാല ചൊല്ലാറുണ്ട്, ചൊവ്വാഴ്ച തോറുമുള്ള അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന കാണാറുണ്ട്, പിന്നെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നാട്ടിൽ വരുമ്പോൾ, ഞാൻ സൗദിയിലാണ്, നാട്ടിൽ വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തനം അവിടെ ആയതുകൊണ്ട് നാട്ടിലത്തേക്ക് ഞാൻ കാശ് അയച്ചു കൊടുക്കാറാണ് പതിവ്, ഫ്രണ്ട്സിൻ്റെയിലോ അങ്ങനെ കൊടുക്കാറാണ് പതിവ്. ഹസ്ബൻഡിന് ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പും തൈലും ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അന്ന് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചു. ഹസ്ബൻഡിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നമ്മൾ നേർന്നു. നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്തപ്പോൾ മാനുവൽ കൗണ്ട് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലായിരുന്നു. അതുപോലെ മോക്ക് കയ്യിലൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അത് സർജറി ചെയ്തു, ബയോപ്സിക്ക് വിടണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സർജറി രാവിലെ 11 മണിക്ക്, സൗദി ടൈം 11 മണിക്ക് കയറ്റി. അപ്പോൾ ഇപ്പോൾ നടക്കുന്നു പറഞ്ഞെങ്കിലും 2:30 മണിക്കാണ് അവർ സർജറിക്ക് അകത്ത് കയറ്റിയത്. അപ്പോൾ തന്നെ മാതാവിൻ്റെ ഇടപെടൽ അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബയോപ്സി റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. മോള് നാട്ടിലായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും പ്രാർത്ഥിച്ചു, അതെല്ലാം നെഗറ്റീവായിട്ട് വന്നു. ഇതെല്ലാം സഹായിച്ചു തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഇന്ന് നിയോഗം വെച്ചാൽ ആദ്യത്തെ എൻ്റെ നിയോഗം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകണമേ എന്നുള്ളതായിരുന്നു. അതിന്ന് തന്നെ മാതാവ് നടത്തി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ സൗദിയിൽ നിന്ന് കയറി ഇന്ന് രാവിലെ കാലിക്കറ്റ് ഇറങ്ങി, അവിടെ നിന്ന് വന്ദേ ഭാരതിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആലപ്പുഴ എത്തി നേരിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഉച്ചയ്ക്ക് 1:30 വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറയുമായിരുന്നു. ഇനി ട്രിവാൻഡ്രത്തോട്ടാണ്, ഇനി വേണം ട്രിവാൻഡ്രത്തോട്ട് വീട്ടിൽ പോകാനായിട്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഈ മകൾക്ക് മുൻപ് പോയവർ, അതായത് ഗായത്രിക്ക് മുൻപ് പോയവർ 1-2 വർഷം അവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേങ്കിൽ ഗായത്രിക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്കൂൾ ടീച്ചറിൻ്റെ ഒരു പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ ക്ലാസ് ടീച്ചറിൻ്റെ ഒരു പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ തന്നെ കൂടെ നിന്നവർ ചോദിച്ചു ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്ന്. അപ്പോൾ ഈ സഹോദരി ഗായത്രി പറഞ്ഞത് കൃപാസനം അമ്മയെന്നാണ്. ആ ക്രെഡിറ്റ് അമ്മയുടേതാണെന്നാണ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എന്നാണ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്, അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ച ഈ ജോലിയാണെന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ടീച്ചറായിട്ട് സൗദിയിൽ ഇന്ത്യൻ എംബസി തന്നെ ഒരു നല്ല ജോലി നൽകി ഈശോയെ അമ്മയെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു ക്രൈസിസ് പീരീഡാണ്. അവിടെയും ഈശോയും അമ്മയും ഉടമ്പടി മക്കളാണ്, അവരെ മറന്നില്ല. പണ്ടെങ്ങോ ഹസ്ബൻഡ് ഒരു വണ്ടി മേടിച്ചു. അവിടെ ഹസ്ബൻഡിന് ഒരു ജോലിയിൽ ഇഷ്യൂ വന്നപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഈശോയും അമ്മയും മുൻകൂട്ടി, നമുക്കറിയാം പരിശുദ്ധമ്മ ഇവിടെ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മ വന്നപ്പോൾ ദുരന്തം വരാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മുൻകൂട്ടി പറയുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കൾ കണ്ടുമുട്ടുന്നത്. ഇവരുടെ ജീവിതത്തിൽ അതുതന്നെയാണ്. എന്തോ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ അമ്മ അത് മുൻകൂട്ടി കണ്ട് ഈ മകന് ഒരു വണ്ടി മേടിക്കുവാനായിട്ട് പറഞ്ഞു. അത് ഗായത്രിക്ക് മനസ്സിലായില്ലായിരുന്നു. ഹസ്ബൻഡ് വണ്ടി മേടിച്ചു. ഗായത്രി വിചാരിച്ചു എന്തുകൊണ്ട് ഈ വണ്ടി മേടിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, ഹസ്ബൻഡ് ജോലി പോയപ്പോൾ റിസൈൻ ചെയ്തപ്പോൾ ആ വണ്ടി ഉള്ളത് കൊണ്ട് എക്സിറ്റ് അടിക്കാൻ സാധിച്ചില്ല. ആ വണ്ടി ഉള്ളതുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു.
പിന്നീട് ഗായത്രി അത് പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നവംബർ 17 എന്ന ഡേറ്റിലാണ് ആ വണ്ടി മേടിച്ചിരുന്നത്. അതിൽ 7 എന്ന അക്കമുണ്ട്. ആ വണ്ടിയുടെ നമ്പറിലും 7 എന്ന നമ്പറുണ്ട്. അതുകൊണ്ട് അമ്മ മുൻകൂട്ടി തന്നെ ആ വണ്ടി മേടിക്കുവാനായിട്ട് ഒരു പ്രചോദനം നൽകി അമ്മ അതിനകത്ത് ഇടപെട്ടിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു കരുതലും ഇടപെടലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് അവിടെ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് ഒരു നല്ല ജോലി കിട്ടുകയാണ്. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. ഹസ്ബൻഡിന് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറവാകുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൗണ്ട് പിന്നെ നോർമലാവുകയും മകൾക്ക് ഒരു തടിപ്പുണ്ടായപ്പോൾ അത് സർജറി ചെയ്ത് മാറ്റിയപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ഇവിടെയും നെഗറ്റീവ് റിപ്പോർട്ട് തന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ സർജറിയുടെ ദിവസം തന്നെ 11 മണി എന്ന് പറഞ്ഞത് 2:30 എന്ന സമയം മാറ്റിയപ്പോൾ തന്നെ ഈ സഹോദരി ഗായത്രിക്ക് മനസ്സിലായി അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലുണ്ട്. കാരണം ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ സമയമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ സഹോദരി ഗായത്രി സൗദിയിലാണ്. സ്വന്തം ശരീരത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് റിസൾട്ട് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലാണ് ഈ മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. മുൻകൂട്ടി ചെയ്യുന്ന നമുക്ക് വേണ്ടി എല്ലാ കാര്യവും പ്ലാനും പദ്ധതിയും അമ്മയ്ക്ക് ഈശോയ്ക്കുമുണ്ട്. ആ പദ്ധതി നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ നിൽക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യമുള്ളപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കേൾക്കുന്ന അമ്മയാണ്. പിന്നെ ഒരു സ്ഥിര വരുമാനം, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു അമ്മയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയാണ് ഉടമ്പടിയിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ജോലി നൽകുകയും എക്സിറ്റ് അടിക്കുന്ന സമയത്ത് മുൻകൂട്ടി അമ്മ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇന്ന് സൗദിയിൽ നിന്ന് ഇന്ന് രാവിലെ വന്നു. അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. കൃപാസനം അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ സഹോദരിയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവാൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ വചനം, പുസ്തകത്തിലുള്ള വചനം നമ്മുടെ ജീവിതത്തിലും വരേണ്ട നിമിഷങ്ങളിലും കൂടെ നിൽക്കുന്ന ആ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മഴ പോലെയാണ്, ശരത്കാല വൃഷ്ടി പോലെയാണ്. നമുക്കും ആ കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യ്ക്കുവാനായിട്ട് നമുക്ക് ആ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാം. ഗായത്രിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും നമ്മളെയും ആ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ആദ്യം തന്നെ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിംഷ, ഇതെൻ്റെ ഹസ്ബൻഡ് അജേഷ്, ഇതെൻ്റെ മോൻ അഭിഷേക്, ഇളയ മോള് ഐശാനി. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ എൻ്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസർ എന്നൊരു രോഗം ബാധിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ആയ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഈ മോൾക്ക് 1 വയസ്സ് തികഞ്ഞ സമയം മുതൽ പനി കണ്ടിന്യൂസ് ആയിട്ട് മാറാതെ വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ട് കാണിച്ചപ്പം ഞങ്ങൾക്ക് മോളെ ICUയിലേക്ക് മാറ്റേണ്ടി വന്നു. അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഞങ്ങൾ അറിയുന്നത് മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. അവിടെ തൊട്ട് ഞങ്ങളൊരു 6 മാസക്കാലം ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ കീമോതെറാപ്പിയൊക്കെ ആയിട്ട് കഴിഞ്ഞു. ആ സമയമൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ കടന്നു പോയിന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഞങ്ങൾ എത്തുമായിരുന്നു. പുറത്ത് വന്ന് മോളെ ICUവിനുള്ളിലിരുത്തി പുറത്ത് വന്ന് ഞാൻ ബെഞ്ചിലിരുന്ന് ഒരുപാട് നേരം കരഞ്ഞ് പ്രാർത്ഥിക്കും. മനസ്സിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവുണ്ടെങ്കിലും ഞാൻ അതൊന്നും കാണാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്നേരം. യൂട്യൂബിൽ ഓരോരുത്തർ ഞങ്ങൾക്ക് ലിങ്കെല്ലാം അയച്ചു തരുമായിരുന്നു. പക്ഷേ ഞാനതൊന്നും ഓപ്പണാക്കി നോക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഫോൺ തുറന്ന് വെറുതെ ഫോണിൻ്റെ ലോക്ക് തുറന്ന പാടെ എനിക്ക് ആദ്യം തന്നെ കൃപാസനത്തിൽ ഒരു സാക്ഷ്യമാണ് വന്നത്. ഞാനത് കാര്യമാക്കി എടുത്തില്ല. ഞാനത് ബേക്കടിച്ച് പിന്നെ ഫോൺ കോൾ ചെയ്യേണ്ട ഇതിലേക്ക് എടുക്കുകയും ചെയ്തു. പിന്നീട് 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ ഫോൺ ലോക്ക് തുറക്കുമ്പോൾ എല്ലാം എനിക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാനത് അന്നേരം ഒന്നും കാര്യമാക്കി എടുത്തില്ല. അന്നേരം ഒന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മൈൻഡിലേ ആയിരുന്നില്ല ഞങ്ങൾ. ആ സമയത്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മോളുടെ അവസ്ഥയെല്ലാം ഭയങ്കര വീക്കായി.
ഞാൻ ഒരു ദിവസം ഇങ്ങനെ പുറത്ത് ബെഞ്ചിൽ വന്നിരിക്കുമ്പോൾ കൃപാസനത്തിൽ ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യത്തിൽ പറഞ്ഞത് ലുക്കീമിയ എന്നൊരു രോഗം ബാധിച്ചൊരു വലിയ ചേച്ചി ഒരു സാക്ഷ്യം പറയുന്നതായിരുന്നു കേട്ടത്. ഞാൻ ഡോക്ടർമാരൊരു പ്രതീക്ഷയും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്നോടൊന്നും ഈ മോൾക്ക് ഇത്രയും ക്രിട്ടിക്കലായ സമയം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഒരു പ്രതീക്ഷയില്ല നമുക്ക്, പിന്നെ എല്ലാം കീമോതെറാപ്പി മുതലുള്ള സകല കാര്യങ്ങളും ചെയ്തു നോക്കാം, അത്ര മാത്രമേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 6 മാസത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നതിന് മുൻപായിട്ട് ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞിരുന്നു, ഞാൻ എന്തായാലും മോളെയും കൊണ്ട് കൃപാസനത്തിൽ വരും. ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോയാൽ കൃപാസനത്തിൽ മോളെ കൊണ്ടുവന്നോളാം, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തിയ സമയത്ത് മോൾക്ക് ഇൻഫെക്ഷൻ ആകുമെന്നുള്ള ഭയം കൊണ്ട് ഞങ്ങൾ കൃപാസനത്തിൽ വന്നില്ല. വരാതിരുന്ന സമയം 3-ാമത്തെ മാസം ചെക്കപ്പിന് പോയപ്പം പിന്നീട് വീണ്ടും കുട്ടിക്ക് റിപ്പീറ്റ് വന്നുവെന്ന് ഡോക്ടർമാർ ഇത് കൺഫേം ചെയ്തു. അങ്ങനെ ഞങ്ങൾ മണിപ്പാലുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അവിടെ ഞങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു. മോൾക്ക് ആ സമയത്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞു 3 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ ഇത് വന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് മജ്ജ മാറ്റി വെച്ചാലും മോൾക്ക് തിരിച്ച് പിന്നെ ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഏറ്റവും അവസാനമായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷയുണ്ടായിരുന്നു. മാതാവിനോട് ഞങ്ങൾ അന്നേരം പ്രാർത്ഥിച്ചു, മാതാവ് ഞങ്ങളുടെ കൈമേൽ തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാണ്, മാതാവ് ഒന്ന് ഇടപെട്ടാൽ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഉറപ്പായും ഈ അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് മാതാവിന് ഇതുപോലെ തന്നെ വാക്ക് പറഞ്ഞു. ഞങ്ങൾ മോൾക്ക് ട്രീറ്റ്മെൻറ്റ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് തൊട്ട് മുൻപത്തെ ആഴ്ച, അതായത് 15-ാം തീയതി എൻ്റെ മോളെ അഡ്മിറ്റാക്കി മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി ജനുവരി 15-ന് അഡ്മിറ്റ് ചെയ്ത് ഞാൻ ജനുവരി 13-ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ കണ്ടിന്യൂസ് മോളുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ മോനാണ് മോൾക്ക് വേണ്ടിയിട്ട് മജ്ജ കൊടുത്ത് സഹായിച്ചത്. അപ്പോൾ ആ മോനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, മോനും ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ചെയ്യൂല, ഞാൻ കൊടുക്കൂല അമ്മയെന്നൊക്കെ എന്നോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ധൈര്യം കൊണ്ടായിരിക്കാം മോൻ ഒരു കുഴപ്പം കൂടാണ്ട് എല്ലാത്തിനും സമ്മതിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അനിയത്തി ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൻ്റെ റൂമിലേക്ക് ഈശോ അതിവേഗ സ്പീഡിൽ കയറി പോകുന്നതായിട്ട് കണ്ടു എന്ന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ ICUവിലാണ് മോളുടെ അടുത്ത്. ആ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എനിക്ക് ഫോൺ വന്നു, മോൻ്റെ മജ്ജ എടുത്ത് എല്ലാം ശരിയായി, മോനെ ഒരു കുഴപ്പമില്ല, മോനെ വാർഡിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാൻ മാതാവിനെ ഈശോയ്ക്കും ആ ICUവിനുള്ളിൽ മോളുടെ അടുത്തിരുന്ന് മുട്ടുകൂത്തി ഞാൻ ഈശോയ്ക്ക് മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് മോൾക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം ഞങ്ങൾ ഇവിടെ വന്ന ആൾക്കാരെ നമുക്ക് കാശ് രൂപവും ഉപ്പും എല്ലാം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലെ ഹോസ്പിറ്റലിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനകത്തെല്ലാം ഉപ്പിട്ട് ഭക്ഷണം കൊടുക്കുകയും അതിലും തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ മാർച്ച് 29-ന് 2025 മാർച്ച് 29-നാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു മോൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്ത സമയം മുതൽ മോൾക്ക് ആ സമയം വരെ മോൾക്ക് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു, ഇൻഫെക്ഷനായിരുന്നു. മോൾക്ക് എന്ത് ഡോക്ടർമാർ ഒന്നും വന്ന് നോക്കിയാലും ഡോക്ടർമാർ ഞങ്ങളോടൊന്നും ഒരു കാര്യവും പറയാണ്ട് പുറത്തേക്ക് പോകുമായിരുന്നു. കാരണം അത്രമേൽ ക്രിട്ടിക്കലായിരുന്നു. മോളുടെ വയറെല്ലാം ഇങ്ങനെ വീർത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആഴ്ച ഉടമ്പടി എടുത്ത ആ സമയം മുതൽ അങ്ങോട്ടേക്ക് മോൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഒരാഴ്ച കൊണ്ടെല്ലാം ക്ലിയർ ചെയ്തു. മോളെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ക്യൂബിക് റൂമിലേക്ക് മാറ്റുകയും തുടർന്ന് ട്രീറ്റ്മെൻറ്റ് പിന്നീട് ഒരാഴ്ച കൊണ്ട് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ആ മോൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവിടെ 3 കുട്ടികളാണ് ആ ട്രീറ്റ്മെൻറ്റിൽ തന്നെ മരണപ്പെട്ടു പോയത്. അതിലൊരു കുട്ടി പിന്നെ 10-13 വയസ്സുള്ളൊരു കുട്ടിയും പിന്നെ 3-2 വയസ്സുള്ള 2 കുട്ടികളുമായിരുന്നു മരിച്ചത്. എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് ഇത്രത്തോളം എത്തിച്ചു തന്നു. അത് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോരാമെന്ന് പറയുന്ന സമയത്തായിരുന്നു മോൾക്ക് വീണ്ടും പനി വന്നു. പെട്ടെന്ന് ഡോക്ടർ ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരാൻ വണ്ടി വരെ ബുക്ക് ചെയ്തു. ആ ബുധനാഴ്ച മോൾക്ക് വീണ്ടും പനി വന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് നെറ്റി കുരിശ് വരച്ച് കൊടുത്ത് പ്രാർത്ഥിച്ച് മോൾക്ക് വല്ലാണ്ട് പനിയാണ്, മോൾ കിടക്കുകയാണ്. ഞാൻ പുറത്ത് തിണ്ണക്കിരുന്ന് കൊന്ത ചൊല്ലുന്നുണ്ട്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ ഈ ചന്ദ്രൻ്റെ ഉള്ളിൽ
ഈ ഈശോ ഒരു കുഞ്ഞിനെ കോരിയെടുത്ത് നിൽക്കുന്ന ഒരു രൂപം ശരിക്കും തെളിഞ്ഞ് ഞാനും അമ്മയും കണ്ടു. അമ്മയും ഞാനും ഒന്നിച്ചിരുന്ന് തിണ്ണയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു ഈ രൂപം കണ്ടത്. ആകാശത്ത് ചന്ദ്രനുള്ളിൽ ഈശോ ഒരു കുഞ്ഞിനെ കോരിയെടുത്ത് നിൽക്കുന്ന ഒരു രൂപം ശരിക്കും തെളിഞ്ഞ് കാണാം. അവിടുന്ന് ചുവന്ന ഡ്രസ്സ്, ഒരു എന്നാ പറയണ്ടേ, ചുവന്ന അങ്കി ഇങ്ങനെ നീണ്ടത്തിൽ പാറി നിൽക്കുന്ന അത് ശരിക്കും തെളിഞ്ഞ് കാണുമായിരുന്നു. അത് ഞങ്ങൾ കണ്ടപാടെ മോള് പെട്ടെന്ന് ചാടി എണീറ്റ് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് എണീറ്റ് ഞാൻ ഓടിപ്പോയി നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ പനി പൂർണ്ണമായിട്ട് മാറിയിരുന്നു. കുഞ്ഞിനെ തണുത്ത് വിറച്ച് നല്ലപോലെ വേർത്ത് പനിയെല്ലാം വിട്ടിരുന്നു. അത് വലിയൊരു അനുഭവം സാക്ഷ്യമായിരുന്നു ഞങ്ങൾക്ക്. അത് ആ സംഭവം നടന്നതിൻ്റെ ആ ആഴ്ച വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് വണ്ടി കയറി. ശനിയാഴ്ച ഇവിടെ വന്ന് ഞാൻ 2025 ആഗസ്റ്റ് 30 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മോൾക്ക് പിന്നീട് ഇനിയും റിപ്പീറ്റ് വരാനുള്ള സാധ്യത ഡോക്ടർമാർ കൂടുതലായിരുന്നു പറഞ്ഞത്. കാരണം മറ്റു മക്കളെ അപേക്ഷിച്ച് ഇവർക്ക് 3 മാസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് റിപ്പീറ്റ് വരാൻ. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം രണ്ടാമത് റിപ്പീറ്റ് വരാൻ 3 മാസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർമാർ ഒരു പ്രദേശം ഈ മജ്ജ മാറ്റി വെച്ചെങ്കിലും തിരിച്ചിത് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയായിരുന്നു അന്നേരം ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഇപ്പം കുട്ടിക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞു. ഇപ്പം മോൾക്ക് ഫോളോ അപ്പ് മാത്രം, അതായത് 3 മാസം കൂടുമ്പം ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മെഡിസിനും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി തന്നിട്ടുണ്ട് മാതാവ്. അത് വലിയൊരു അനുഗ്രഹമാണ്. മോൾക്ക് മുൻപേ മജ്ജ മാറ്റി വെച്ച ഒരു കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലൈസ് ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. മോൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ഇപ്രാവശ്യം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അംഗൻവാടിയിലൊക്കെ വിട്ടു തുടങ്ങിയ സ്കൂളിലൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അത് ദൈവം അതിന് ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് തന്നത്, സഹായിച്ചു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുമായിരുന്നു, അലർജി പോലെ. അത് ഒരു ദിവസം ഇങ്ങനെ ചൊറിഞ്ഞു തടിച്ച സമയത്ത് ഞാൻ കൃപാസനത്തിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ആ തൂത്ത സമയം തന്നെ പെട്ടെന്ന് ആ തൂത്ത ഭാഗത്ത് മൊത്തം തടിപ്പും മാറിഞ്ഞ് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ പിന്നീട് ഈ നിമിഷം വരെ അങ്ങനത്തെ ഒരു അലർജി പ്രശ്നം എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിട്ടില്ല. എന്നെ പറ്റുന്ന രീതിക്ക് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. എന്നെ കാണുന്ന പാവപ്പെട്ട ആൾക്കാരെ, റോഡ് സൈഡിലിരിക്കുന്നവരെയൊക്കെ ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ, ഇവിടുന്ന് വാങ്ങിയ പത്രങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. റോഡ് സൈഡുകളിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ മംഗലാപുരത്ത് പോകുന്ന സമയത്ത് അവിടെ കർണാടക പത്രം മേടിച്ച് അവിടെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഡെയിലി കേൾക്കാറുണ്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പിന്നെ സുവിശേഷം വചനം വായിക്കാറുണ്ട്. സങ്കീർത്തനം 91 എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാറുണ്ട്. എല്ലാം തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയും കടപ്പാടും. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിയും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. 1 പീറ്റർ 1:7 നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളുടെ നിമിഷങ്ങളിൽ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം, എൻ്റെ വിശ്വാസം എവിടെയെന്ന്. പരീക്ഷണങ്ങളുടെ നടുവിൽ വിശ്വാസത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് ശുദ്ധമാക്കിയാണ് ഉടമ്പടിയിലൂടെ നാം കാണുന്നത്. വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. നമ്മൾ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും പല വ്യക്തികളും ഇടപെടുകയും നമുക്കൊരു വഴി തുറന്നു തരികയാണ്. അഗ്നിശോധനയെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് പല രീതിയിൽ ദൈവം നമുക്ക് നൽകുന്നത്. ജിംഷ അജേഷ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ മകളുടെ ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. എല്ലാം ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് മകൾ ICUവിലേക്കായിരുന്നു. ബ്ലഡ് ക്യാൻസറാണ്, AML ക്യാൻസർ, വളരെ ക്രിട്ടിക്കൽ. മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോലും ഒരിക്കലും മാച്ച് ചെയ്യാത്ത വളരെ റെയറായിട്ടുള്ള O നെഗറ്റീവാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോലും ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെയാണ് മകൾ ICUവിലായിരുന്നപ്പോൾ പെട്ടെന്ന്
ഈ അമ്മ തന്നെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തത്. അന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് മകൾ സൗഖ്യപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നിരുന്നു. പക്ഷെങ്കിൽ അത് സാധിച്ചില്ല. പിന്നീട് 3-ാം മാസം വീണ്ടും റിപ്പീറ്റഡായി ബ്ലഡ് ക്യാൻസർ വീണ്ടും വന്നു. പിന്നീട് ഈ മകൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഈ അച്ഛൻ, അതായത് ഹസ്ബൻഡ്, ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയാണ്. അന്ന് തൊട്ട് ആ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ മകൾക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും റെസ്പോണ്ടായി, മെഡിസിനെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ മകൾക്ക് ട്രീറ്റ്മെൻറ്റിന് ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൂടെ ഉണ്ടായിരുന്ന മക്കൾ 2-3 പേര് ഇവൻ ലോസ്റ്റ് ലൈഫ്. പക്ഷേങ്കിൽ ഇവർ ഉടമ്പടി എടുത്തുകൊണ്ട് ഒരു ധൈര്യമുണ്ടായിരുന്നു. ഈശോയും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിചാരം. ഐസിയുലായിരുന്നപ്പോഴും ഈ മകളുടെ ആൻറ്റിയൊക്കെ ഉടമ്പടിയിലാണ്. അവരെ ഉടമ്പടി എടുത്തതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആൻറ്റിക്ക് തന്നെ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഈശോയുടെ ഒരു സാന്നിധ്യം ഐസിയുയിലേക്ക് പോകുന്നതായിട്ട്. ആ ആൻറ്റി തന്നെയാണ് ഈ മകളോട് പറഞ്ഞത്, പേടിക്കേണ്ട, ഈശോ ഐസിയുയിലുണ്ട്, ഞാനത് കണ്ടു എന്ന്. അപ്പോൾ ഈ മകൾക്കൊരു ധൈര്യമായി. നമുക്കൊന്നും എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയിലുള്ള മക്കളാണ്. ആ ആൻറ്റി ഉടമ്പടിയിലുള്ള ആൻറ്റിയാണ്. ആ ആൻറ്റി പ്രാർത്ഥിച്ച് മകളോട് പറയുകയാണ്, പേടിക്കേണ്ട, ഈശോയുണ്ട്, ഐസിയുയിലേക്ക് പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാവും ഒരുപക്ഷെ ഈ മകൾ പെട്ടെന്ന് തന്നെ മകൾക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം ക്ലിയറാക്കാൻ സാധിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും സാധിക്കുകയും ചെയ്തത്. പിന്നീടാണ് ഈ അച്ഛൻ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അന്നേരം ഉപയോഗിക്കുമായിരുന്നു. മറ്റാരോ കൊടുത്ത ഉടമ്പടി നേർച്ച വസ്തുക്കൾ. പിന്നീട് സ്വന്തം ഉടമ്പടി തൈലം തേച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷമായി. എല്ലാം ക്ലിയറാക്കിയതിന് ശേഷം മനസ്സിലായതായിട്ട് ഈശോയുടെ അമ്മയും പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകി. ഉടമ്പടിയിലാണ് ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ ഈ കുടുംബം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ബ്ലഡ് ക്യാൻസർ നമുക്ക് പ്രതീക്ഷ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥിതിയിലായാലും എന്ത് സ്ഥിതിയിലായാലും അമ്മ തന്നെ ഇടപെടുകയാണ്. അതിനുള്ള ഒരു അടയാളമാണ് ഈ മകൾ ഫോൺ പല പ്രാവശ്യം അൺലോക്ക് ചെയ്തപ്പോഴും കൃപാസന അമ്മ തന്നെ നേരിട്ട് പോവുകയാണ്. അതൊരിക്കലും കിട്ടാത്ത ആ ഉടമ്പടി സാക്ഷ്യങ്ങൾ, ഉടമ്പടി മൊബൈൽ അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ സാക്ഷ്യങ്ങളാണ് വരുന്നത്. അതും ഒരു സാക്ഷ്യം കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു, പ്രതീക്ഷ നൽകുവാനായിട്ട്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. ഉടമ്പടിയിലാകുമ്പോൾ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പിന്നെ മകളും പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഡിസ്ചാർജ് ആകേണ്ട ദിവസം വീണ്ടും പനി വന്നു. പക്ഷേ ആകാശത്തിൽ വീണ്ടും ഒരു അടയാളം കൊടുക്കുകയാണ്. ചന്ദ്രനുള്ളിൽ ഈശോ ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നത്. അവിടെയും ഈശോ ഒരു പ്രതീക്ഷ നൽകി. ആ കണ്ട നിമിഷം തന്നെ ഈ മകൾ സൗഖ്യപ്പെടുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷം. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാളും വിലയേറിയതായിരിക്കും ആ ദൈവത്തിലുള്ള ആ വിശ്വാസമുള്ളപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ സ്നേഹവും ആ സംരക്ഷണവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞാണ് ഈ മകൾ സാക്ഷ്യം തുടങ്ങിയത്. അത് ഒരു വലിയ കൃപയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയും കാരുണ്യവുമാണ് ഈ രോഗസൗഖ്യം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എന്തിൽ ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും പരീക്ഷകളുടെയും നടുവിൽ ഈശോയും അമ്മയെയും കരം പിടിച്ച് തീഷ്ണതയോടെ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഇന്നത്തെ വേദനകൾ താൽക്കാലികമാണെന്നും ജീവിതത്തിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ നിത്യതയിലേക്ക് നയിക്കുന്നതും നമ്മളിൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന ആ വിശ്വാസം. ആ വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തതയുടെ ഉടമ്പടി നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ
നമ്മുടെ ഓരോ വേദനയിലൂടെയും മഹത്വത്തിലേക്കുള്ള വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജിംഷ അജേഷിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് എൻ്റെ പേര് എലിസബത്ത് നിഖിൽ. ഞാൻ മാണിക്യമംഗലം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ മാസമാണ്. അന്ന് ഞാൻ എടുത്തത് സാധാരണയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ എനിക്കും OET പാസ്സാവാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ മാതാവിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി പാസ്സായി, ജർമ്മനിക്ക് പോയി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ പുറത്തേക്ക് പോയി പ്രാർത്ഥിച്ച്, എൻ്റെ കസിൻസ് പോയി. എല്ലാവരും ഇങ്ങനെ മാതാവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. പക്ഷേ എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ മാരേജ് ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ. ആ സമയത്ത് 2022 എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി ജസ്റ്റ് പേരിന് എന്ന രീതിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്തു. എല്ലാവരെ പോലെ തന്നെ ഞാനും വന്ന് എടുത്തു. എക്സാം എഴുതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഹോൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ചു ഉടമ്പടി എടുത്തത് കൊണ്ടെന്ന്. പക്ഷേ ആദ്യത്തെ ഇതിൽ എനിക്കൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്തിട്ട് മാത്രം കാര്യമില്ല. എൻ്റെ ചേച്ചിയും പറഞ്ഞു, എടി നീ ധ്യാനം കൂടാറുണ്ട്, ഇതെല്ലാം ചെയ്യണം. ഞാൻ ധ്യാനമൊക്കെ കൂടാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉറങ്ങി പോകുമായിരുന്നു ധ്യാനം കൂടുന്ന സമയത്ത്. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, നീ ധ്യാനം കൂടുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം, എല്ലാം അച്ഛൻ പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണ് പറയുന്നത്, ഓരോ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ അറിവുകൾ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബുക്ക് എടുത്ത് എഴുതി വെക്കാൻ തുടങ്ങി, ധ്യാനത്തിന് എന്താ പറയണേ എന്നുള്ളത് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ധ്യാനം കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡെയിലി കൊന്ത ചെല്ലാൻ തുടങ്ങി. ഞാനൊരു നേഴ്സാണ്, അപ്പം OET പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ എവിടെ പോയാലും ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. അവസാനം ഒത്തിരി പ്രാവശ്യം OETകൾ എഴുതിയെങ്കിലും ലാസ്റ്റ് ഞാൻ ഡെയിലി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. പ്രായമായവരെ കണ്ട് ശുശ്രൂഷിച്ചു. അതുപോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാണ്ട് സ്നേഹത്തിലാവാൻ തുടങ്ങി. മറ്റുള്ളവർ എന്തിനു ദേഷ്യപ്പെട്ടാലും ദേഷ്യം കുറച്ചു. ഇങ്ങനെ എൻ്റെ എല്ലാ ദുശീലങ്ങളും ഞാൻ മാറ്റി വെച്ചപ്പോൾ ഞാൻ പഠിച്ചായിരുന്നു. എനിക്ക് ലിസണിങ് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം കിട്ടി, ലിസണിങ് മാത്രം കിട്ടാണ്ട് വരുമായിരുന്നു. ഞാൻ ന്യൂസിലൻഡിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ലിസണിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നതുകൊണ്ട് ഞാൻ ലിസണിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. പക്ഷേ ഇതെൻ്റെ ലാസ്റ്റത്തെ ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയപ്പോൾ 4 സബ്ജക്റ്റ് ഒരുമിച്ച് എഴുതി. OET, ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ്, റീഡിങ്. 4ന് എനിക്ക് B കിട്ടി. അമ്മ മാതാവ് സഹായിച്ചു. ഞാൻ അവിടെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ ഉപ്പ് വിതറിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആ സെൻറ്ററിലേക്ക് ഇനി വരുന്നേ ഇല്ല. അപ്പം മാതാവിനോട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടെ ഉപ്പ് വിതരണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡും അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി. ആ എക്സാമിന് എനിക്ക് 4 ഇതിനും B കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എന്നിട്ട് ന്യൂസിലൻഡിലേക്കാണ് എൻ്റെ പ്രോസസ്സിങ് ഉണ്ടായിരുന്നത്. ഞാൻ ന്യൂസിലൻഡിൽ പോയി. അവിടെ ഞാൻ എക്സാമിന് ആദ്യം കയറി. ആ സമയത്ത് ഞാൻ ഉടമ്പടി അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എക്സാം എഴുതി. അതിന് ഞാൻ ഫെയിലാവുക ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ ജീവിക്കണം മുന്നോട്ടെന്നുള്ളത് അവിടെ വെച്ച് ഞാൻ അറിഞ്ഞു. അവിടെ വെച്ച് ഞാൻ വീണ്ടും ഓൺലൈനിൽ, എൻ്റെ ചേച്ചിയാണ് എപ്പോഴും എന്നെ പ്രചോദനം ചെയ്തുകൊണ്ടിരുന്നത് ഓൺലൈനിൽ. അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. അതെടുത്തതിന് ശേഷം ഞാൻ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി അതിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ എൻ്റെ കൂടെ ഉള്ളവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ എക്സാമിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് കാശിരൂപം എവിടെയെങ്കിലും വെക്കണം. പക്ഷേ ന്യൂസിലാൻഡിൽ നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ കാശിരൂപം എൻ്റെ തലയിൽ പണ്ണിൻ്റെ ഉള്ളിൽ വെച്ചു. ആ എക്സാമിന് ഞാൻ പാസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ എക്സാം പാസ്സായി. പക്ഷേ അവിടെ ന്യൂസിലാൻഡിൽ അവിടെ ജോലിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ന്യൂസിലാൻഡിലേക്ക് പോകണമെങ്കിൽ 10 ലക്ഷത്തോളം വരുമായിരുന്നു. അതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ ചേച്ചിയും എല്ലാവരും കൂടിയാണ് തന്നത്. ഇത് രജിസ്ട്രേഷൻ കൈ കിട്ടി, ജോലിയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് ഇട്ടു. അതിനും വീണ്ടും കാശ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഉടമ്പടിയിലുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു അയർലൻഡ് പ്രോസസ്സിങ്ങിൻ്റെ ഇത് മാതാവ് എനിക്ക് തെളിയിച്ച് തരുമായിരുന്നു. ആ സമയത്ത് ഇവിടെ അച്ഛൻ ഒരു ധ്യാനത്തിൽ പറയണ്ടായിരുന്നു, നിങ്ങൾക്ക് സമയമാവും എല്ലാം ലഭിക്കും, ഇച്ചിരി കാലതാമസം ഉണ്ടെങ്കിലും നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നടക്കുമെന്ന് ഒരു ധ്യാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു. ഒരാൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ശരിയാവുമെന്ന്. ഞാനത് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഞാനത് എടുത്തായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു പോന്നു.
ഞാൻ അയർലൻഡിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി വന്നു. അപ്പം എനിക്കറിയില്ല ഇത് എന്ന് ശരിയാവുന്നു. ഞാൻ ജൂണിലാണ് തിരിച്ചു വന്നത്. ജനുവരിയിൽ ഞാൻ ന്യൂസിലൻഡിൽ പോയി, ജൂണിൽ തിരിച്ചു വന്നു 2025 കഴിഞ്ഞ വർഷം. എന്നിട്ട് ഞാൻ വീണ്ടും ജൂലൈയിൽ വീണ്ടും 1 തുടങ്ങുകയാണ്. അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. എല്ലാവരും ചോദിക്കുക ഒന്നും ആയില്ലല്ലേ. ആ ഒരു വിഷമം വളരെ വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം എക്സാമിന് വേണ്ടി പ്രോസസ്സിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് ഇടുന്ന അന്ന് മാതാവിൻ്റെ അടുത്ത് നീ പോകണമെന്ന് എൻ്റെ മമ്മി പറഞ്ഞായിരുന്നു. ഞാൻ വിസയ്ക്ക് സെപ്റ്റംബർ 3 വിസയ്ക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ ഇവിടെ സെപ്റ്റംബർ 9 വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയാണ് ചെയ്തത്. അന്ന് ഞാനിവിടെ പുതുക്കണ സമയത്ത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പുതുക്കിയപ്പോൾ മാതാവിനെ എൻ്റെ കൈ കിട്ടിയില്ല, എനിക്ക് കിട്ടിയത് കുടയായിരുന്നു. അപ്പം ഞാൻ കുട പിടിച്ചു, മാതാവിനൊരു കുടയായിട്ട് ഞാൻ പിടിച്ചുകൊണ്ടാണ് പോണേ. പക്ഷേ ഈ പ്രാവശ്യം പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെ. ഞാൻ മാതാവിനോട് പറയാം, എനിക്ക് എൻ്റെ കൈ തന്നെ വരണോട്ടോ എന്ന് ഞാൻ അവിടെ ആ രൂപത്തുമ്പോൾ നോക്കിയിട്ട് പറയാം, എൻ്റെ കൈ തന്നെ വരണോട്ടോ എന്ന്. അപ്പോൾ അവർ വിളിച്ചു പറയാം, എക്സാം എഴുതാനുള്ളവർ, കുട്ടികളില്ലാത്തവർ എല്ലാവരും കൈ വെക്കാൻ പറഞ്ഞു. ഞാൻ കൈ പൊക്കി. അവർ പറഞ്ഞു അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. എടുത്തു. മാതാവ് തന്നെയാണ് കണ്ടത്. വളരെ സന്തോഷത്തോടെ ഞാൻ മാതാവിനെ കയ്യിലേന്തി. വളരെ സന്തോഷവും കരച്ചിൽ എന്താ വരുന്നതെന്ന് അറിയില്ലായിരുന്നു. മാതാവിനെയും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് നല്ല ആ സമയത്ത് എനിക്ക് ഒരു പ്രത്യേക ഇതായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും മാതാവ് വഴിതെളിച്ച് തരും എന്ത് വേണമെങ്കിലും എന്നുള്ളത്. ഞാൻ 3 ഇട്ട വിസയുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് സെപ്റ്റംബർ 25 എനിക്ക് വിസ കിട്ടി. അയർലൻഡ് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, 2 മാസത്തിൽ കൂടുതൽ പിടിക്കും. പക്ഷേ എനിക്ക് 25 കിട്ടി. ഞാൻ 27 ഇവിടുന്ന് പോയി, 28 ഇവിടുന്ന് പോയി, 29 അവിടെ എത്തി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുരുക്കുകളായിരിക്കണം മാതാവിൻ്റെ ജപവും കൂടി ചെല്ലുന്നുണ്ടായിരുന്നു. ആ മാതാവിൻ്റെ തിരുനാളിൻ്റെ സമയത്താണ് ഞാൻ പോയത്. മാതാവിനെ എന്നും ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പോയത്. വളരെ ധൈര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നു, എക്സാം എഴുതി. 14 സ്റ്റേഷനുള്ള ഓസ്കി എക്സാം വീണ്ടും എഴുതാണ് അയർലൻഡിൽ. 14 സ്റ്റേഷനും ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എൻ്റെ കൂടെ ഉള്ളവർ കുറേ പേര് ഫെയിലായവരുണ്ട്, 9 സ്റ്റേഷൻ 8 സ്റ്റേഷനൊക്കെ. പക്ഷെ ഞാൻ പാസ്സായി. അവിടെ എനിക്ക് ജോലി കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മമ്മീനോട് ചോദിച്ചു, എടി നിൻ്റെ കയ്യിൽ ഉപ്പും എല്ലാം ഇല്ലേ, നീ കൊണ്ടുപോയ ഇംഗ്ലീഷ് പത്രം എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കൊണ്ടുപോകാൻ മറന്നുപോയായിരുന്നു, തൈലം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഉപ്പ് എൻ്റെ കയ്യിലില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അന്ന് വളരെ വിഷമത്തോടെയാണ് മമ്മിയോട് പറഞ്ഞത്, മോനെ നീ ഉപ്പ് എടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്. അന്ന് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ അവിടെ ഏത് പള്ളിയിലാണോ പോവാറ് ആ പള്ളിയിൽ നിറച്ചു ആൾക്കാർ. നടുക്ക് ഒരു സിസ്റ്ററിൻ്റെ പോലെ ഒരു വെള്ള വസ്ത്രമിട്ട് നല്ല പൊക്കമുണ്ട് ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റർ ആണ്, എല്ലാവരും വന്ന് നോക്കുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കി ആ സിസ്റ്ററിനെ കാണാൻ നല്ല തൂവെള്ള കളറാണ്, കാണാൻ നല്ല ഭംഗി, അടുത്തേക്ക് വരുമ്പോൾ നല്ല സുഗന്ധം. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഏതെങ്കിലും പ്രശസ്ത സിസ്റ്റർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം കൈയൊക്കെ ഇങ്ങനെ നിവർത്തി, അപ്പം കയ്യിൽ ഭയങ്കര തരിതരിപ്പ്. അപ്പം ഞാൻ പഞ്ചസാരയൊക്കെ എന്തിനാ ഈ സിസ്റ്ററിനെ, ഇനിയിപ്പോൾ വരുന്നവർക്ക് നല്ല മധുരം കിട്ടാനാണോ എന്താണാവോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് ദിവ്യകാരുണ്യം ഉയർത്തുന്നതായിരുന്നു. ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി ഇങ്ങനെയൊക്കെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയുടെ സ്റ്റാറ്റസ് അന്ന് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് എടുത്ത് നോക്കിയപ്പോൾ അത് മാതാവിൻ്റെ സെയിം അതേ മുഖം, ഞാൻ കണ്ട സ്വപ്നവും ആ സ്റ്റാറ്റസിൽ കണ്ട മാതാവ് ഒന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കണ്ട സ്വപ്നത്തിലെ മാതാവ് ആ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞത് ഇതേ മുഖം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മമ്മി ആണെങ്കിൽ പറഞ്ഞു, മോനെ നിൻ്റെ കയ്യിൽ നീ കണ്ടത് പഞ്ചസാര പോലെ നിനക്ക് തോന്നി, അത് ഉപ്പാണ്, നിനക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും മാതാവ് അത് നിൻ്റെ കയ്യിലേക്ക് എത്തിക്കുമായിരുന്നു ചെയ്തത്. നീ വിശ്വാസത്തോടെ നിൽക്കണം, നിൻ്റെ കൂടെ മാതാവ് എപ്പോഴും ഉണ്ട്, നിൻ്റെ വിശ്വാസം നീ കളയരുതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വന്നിരിക്കുന്ന അയർലൻഡിൽ നിന്ന് 10 ദിവസത്തെ ലീവിനായിട്ട് വന്നതാണ്. മെയിനായിട്ടും കൃപാസനത്തിൽ വരണം എന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി. പിന്നെ എനിക്ക് ഒത്തിരി നടുവേദന ഉണ്ടായിരുന്നു. ആ നടുവേദനയൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിലും എനിക്ക് നടുവേദന മാറി. എൻ്റെ PCOD, എനിക്കൊരു PCOD ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്കതുകൊണ്ട് ദേഷ്യവും ഒത്തിരി ഉണ്ട്. അപ്പോൾ എൻ്റെ PCOD പീരീഡ്സൊക്കെ റെഗുലറായി. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ അവർക്ക് സഹായിക്കും. പിന്നെ എൻ്റെ ഒരു കസിന് വയ്യാണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് എൻ്റെ കൈകൊണ്ട് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു.
ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഇടവകയിൽ ധനസഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ മറ്റുള്ളവർ എൻ്റെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ച് വരുമ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ ധനസഹായം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ജോലികൾ മാത്രമല്ല, അല്ലാണ്ട് പല ജോലികളും അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതൊക്കെ മാതാവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ച് നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ മാത്രമല്ല, അവർ നമുക്ക് നമ്മളോട് ചെയ്യാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അതൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് നന്ദി. സങ്കീർത്തനങ്ങൾ 18 അധ്യായം 2 വാക്യം. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം, രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എലിസബത്ത് നീഗിൽ എറണാകുളം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പ്രാർത്ഥനയിൽ എങ്ങനെ ജീവിക്കണമെന്നതാണ് ഉടമ്പടിയിലൂടെയും ഈ മകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നത്. ന്യൂസിലാൻഡിൽ പോകുവാനും എന്നാൽ തിരിച്ചു വന്നുകൊണ്ട് അത് അയർലൻഡിലേക്കുള്ള ഒരു പോക്കാക്കി മാറ്റുവാനായിട്ടൊക്കെ സാധിക്കുക ചെയ്ത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തന്നെയാണ്. അയർലൻഡിൽ രജിസ്റ്റർ നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും അതിനുള്ള മറ്റ് പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് കാട്ടിക്കൊടുക്കുകയും എല്ലാം പെട്ടെന്ന് നടത്തി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഭവിച്ചറിയുവാനൊക്കെ സാധിച്ചത് ചില വ്യക്തികളിലൂടെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. ആ വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മയുടെയും അതുപോലെ തന്നെ സുഗത അഭിഷേകമൊക്കെ ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായത് ഉടമ്പടിയോട് കൃത്യമായിട്ട് ചേർന്നുകൊണ്ടാണ്. ഇടക്ക് മാറിപ്പോയെങ്കിലും തിരിച്ച് ആ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമെന്നുള്ളത് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാകാനായിട്ട് അമ്മ ഈ മകളെ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ മകളെ അനുഗ്രഹിക്കട്ടെ എന്നും ഒപ്പം നമ്മുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ പരിശുദ്ധ സാക്ഷിയായി ഈ അൾത്താരയിൽ നിൽക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ നിൽക്കാൻ സഹായിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീബ വർഗീസ്. ഞാൻ കറൂറ്റി അടുത്ത് മാമ്പറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക മാമ്പറ സെൻറ്റ് ജോസഫ് ദേവാലയമാണ്. ഇത് എൻ്റെ മകള് വർഷ വർഗീസ്. ഞാൻ 2023 ജൂൺ 2 ആദ്യമായിട്ട് നമ്മുടെ കൃപാസനത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ ഒരു വെക്കേഷൻ സമയത്ത് ഇവിടെ ആലപ്പുഴയിൽ ടൂറിനായിട്ട് ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അതൊരു മാതാവിൻ്റെ ഫോട്ടോയാണല്ലോ, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 3:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഇതൊന്ന് അന്വേഷിക്കാം. ഇതാണ് കൃപാസനം. അപ്പോൾ കൃപാസനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അമ്മയെക്കുറിച്ച് അറിയുവാനോ അതിൽ കൂടുതൽ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാനിവിടെ മാതാവിൻ്റെ ഗ്രോട്ടോയിലൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒത്തിരി ക്യൂ കണ്ട് ഞങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കണം എങ്കിലേ സാധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരു കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും ഞാൻ സാധാരണ വ്യക്തികൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ക്യൂവിൽ നിന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രേഴ്സ പറഞ്ഞു, ഇത് കുറച്ച് സമയം പിടിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ വേറൊരു ദിവസം വാ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരോടും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്തു. എങ്ങനെയായാലും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നം, പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം അതിനു വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് വന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ എത്ര കാര്യങ്ങൾ വെക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ടോക്കൺ എടുത്തു, എല്ലാവരെയും പോലെ ക്ലാസ് കേട്ടു. അങ്ങനെ 6 നിയോഗങ്ങളും വെച്ചു. 6 നിയോഗങ്ങൾ വെച്ച് ഞാൻ തിരിച്ചു പോയി. അന്ന് വെക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ന കാര്യം നടക്കണം അങ്ങനെ ഉദ്ദേശിച്ചല്ല, എന്തൊക്കെയോ 6 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച് പോയി.
പോയതിന് ശേഷം വീട്ടിൽ വന്നു. അപ്പം എൻ്റെ ഇളയ മകൾ അവൾ SLC +2 ഫുൾ A+ കുട്ടിയാണ്. മൂത്ത മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വേണ്ടി വന്നു. എങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചു ഇളയ മകൾ അവൾക്ക് ഇഷ്ടംപോലെ മാർക്കുണ്ട്, എന്നാൽ പിന്നെ എത്ര ബുദ്ധിമുട്ടുണ്ട, എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കാതെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ റിസൾട്ട് വന്നു. മാർക്കൊക്കെ നന്നായി 1200-ൽ 1195 മാർക്കുണ്ട്. ഇനിയൊന്നും പേടിക്കേണ്ട. അങ്ങനെ അവൾ എൻജിനീയറിങ്ങിൻ്റെ അഡ്മിഷനായിട്ട് കീം എഴുതി. കീമിൽ അവൾ പരാജയപ്പെട്ടു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എഴുതി വെച്ച നിയോഗങ്ങൾക്ക് എത്രമാത്രം വാല്യൂ ഉണ്ട്. മാതാവിൻ്റെ അടുത്ത് വന്നതിന് ഒരു പ്രത്യേക കാരണം വേണമല്ലോ എനിക്ക്. അതിനായിട്ട് തന്നെ ഞാൻ മോളെയും കൊണ്ട് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. ഞാൻ മോളെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അവൾ ഉടമ്പടിയിൽ വെച്ചു. ഞാനിനി എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കാതെ അവൾ ഉടമ്പടി എടുത്തു. അവളില്ലാത്തതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. അവൾക്ക് അഡ്മിഷൻ കിട്ടി. അവൾ കോളേജിൽ 4th ഇയർ ആണ്. അവൾ ഏറ്റവും ടോപ്പാണ് ആ കോളേജിൽ. നല്ല CGPയോടുകൂടി എൻ്റെ മോള് പഠിക്കുന്നു. BTech കമ്പ്യൂട്ടർ സയൻസാണ് അവൾ എടുത്തിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളൊക്കെ അവൾക്കുണ്ട്. അതുപോലെ തന്നെ അവൾ കഴിഞ്ഞ മാസം വരെ ഇവിടെ വരികയും ചെയ്തു. ഇപ്പോൾ ഞാൻ അടുത്ത പുതുക്കലിനായിട്ട് വെച്ചപ്പോൾ എൻ്റെ മൂത്ത മകളുടെ BSc നഴ്സിംഗ് പാസ്സാവാനായിട്ടുള്ള ഒരു നിയോഗം ഞാൻ വെച്ചിരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാം, അവൾ സംസാരിക്കും. എൻ്റെ പേര് വർഷ വർഗീസ്. ഞാൻ മാമ്പ്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2026 ഏപ്രിൽ 17 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തു. അപ്പോൾ രാത്രിയെല്ലാം കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാനും കൂടെ ചൊല്ലുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹം അപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ എനിക്കിങ്ങനെ അമ്മ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. പിന്നെ അമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ നടക്കാറുമുണ്ട്. അങ്ങനെ എനിക്ക് ഒരാഗ്രഹം വന്നു, ഉടമ്പടി എടുക്കണം, മാതാവിനോട് കൂടുതൽ അടുക്കണം. അങ്ങനെ ഞാൻ 2026 ഏപ്രിൽ 17 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ BSc നഴ്സിംഗ് ലാസ്റ്റ് സെം പാസ്സാക്കണമെന്നുള്ളത്. ഞാനപ്പോൾ ലാസ്റ്റ് സെം എഴുതിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ ആദ്യമേ അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു എൻ്റെ BSc നഴ്സിംഗ് പാസ്സാവണമെന്നുള്ളത്. അമ്മ അപ്പോഴേ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് മാതാവിനോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ബൈബിള് കറക്റ്റായിട്ട് വായിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് പകുതി ആയപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കി. ഞാൻ പ്രതീക്ഷിക്കാത്ത സബ്ജക്റ്റിന് എനിക്ക് നല്ല മാർക്ക് തന്നു മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ആത്മീയ ജീവിതമായിട്ട് ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചായിരുന്നു പരീക്ഷയ്ക്ക് പോകാറുണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ കൂട്ടുകാരികൾക്കും ഞാൻ തൈലം കൊടുക്കുമായിരുന്നു, ഉപ്പ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മാതാവിനെ കാണണം, എൻ്റെ മെഴുകുതിരിയിൽ റോസാപ്പൂവായിട്ട് മാതാവ് വരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ 5:30 പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മെഴുകുതിരിയിൽ റോസാപ്പൂവായിട്ട് ഞാൻ മാതാവിനെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയുടെ മെഴുകുതിരിയിൽ കാണുമെന്ന് പറയുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മെഴുകുതിരിയിലും കാണണമെന്ന്. അങ്ങനെ എനിക്കും കാണാൻ പറ്റി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് പൊതിച്ചോറ് കൊടുക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് തരുന്ന പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ വിതരണം ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ 2ാമത്തെ ആഴ്ച തന്നെ ഞങ്ങളൊരു വൃദ്ധസദനത്തിൽ പോയി 150 പേർക്കുള്ള ഭക്ഷണം കൊടുത്തു. അത് ഒരു അനുഭവമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇനി അമ്മയുടെ സാക്ഷ്യങ്ങൾ പറയാൻ കൊടുക്കും.
11 പ്രാവശ്യമായി ഞാൻ ഉടമ്പടി പുതുക്കുന്നു. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് എല്ലാ മാസവും ഞാനിവിടെ വരും. എല്ലാ മാസവും 3 കെട്ട് പത്രം വാങ്ങും. അതുപോലെ എല്ലാ മാസവും എനിക്ക് അനുഭവം ഉണ്ടാവും. ഒരു ദിവസം ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ജപമാല എൻ്റെ ട്രെയിനിലുള്ള കുട്ടിക്ക് കൊടുത്തു. ഒരു ഹിന്ദു കുട്ടിയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല ചേച്ചി. ഞാൻ പറഞ്ഞു, ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ജപമാല മോള് കൊണ്ടോക്കോ. അവളത് കൊണ്ടുപോയി. അവൾ പിറ്റേ ആഴ്ച വിളിച്ചു പറഞ്ഞു അവൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. അത് എന്നോട് വിളിച്ചു പറഞ്ഞു, ആ കുട്ടി ഇവിടെ വന്നിട്ടില്ല, അവളൊരു ഹിന്ദു കുട്ടിയാണ്. അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ മെഴുകുതിരിയിൽ പതുക്കെ വെട്ടം തെളിക്കുമ്പോൾ മിന്നും. വേഗം തന്നെ ഞാൻ ക്യാമറ ഓൺ ചെയ്യും. അത് റോസാപ്പൂവായിരിക്കും. അതായത് എനിക്ക് എല്ലാ മാസവും മാതാവ് എൻ്റെ വീട്ടിൽ വരും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളായിട്ട് 3 കെട്ട് പത്രം വാങ്ങി സ്റ്റാൻഡിൽ വിതരണം ചെയ്യും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരിൽ നിന്നും ഒന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പിടിപിടിന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് പോരാൻ സാധിക്കും. ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിലുള്ളതാണ്. അത് ആദ്യമേ തുടങ്ങി എനിക്ക് പാവങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് സാധിക്കുമെന്നല്ലാണ്ട് ഉടമ്പടിയിലെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒന്ന് മാതാവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കിതൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ മാസവും ഇപ്പോൾ വന്നപ്പോൾ വരെ ഫുഡും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ആ ഫുഡ് കൊടുത്തു. പിന്നെ മിക്കപ്പോഴും എനിക്ക് തോന്നാണ് ഇന്നെനിക്ക് ഫുഡ് കൊടുക്കണമെന്ന് നോക്കിയാണ് ഞാൻ വേഗം തന്നെ പഴം വാങ്ങും, മുട്ട വാങ്ങി പുഴുങ്ങി ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയി രാത്രിയാവുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കും. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മളെന്തോ ചെയ്തു, ഈശോയ്ക്ക് വേണ്ടി മാതാവിന് വേണ്ടിയിട്ട് എന്തോ ചെയ്തു, തൃപ്തിയായി എന്നുള്ള ഒരു കാര്യം നമുക്കുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനും ശ്രമിക്കണം. നമ്മൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ചിന്തിക്കും, നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജീവിതത്തിൽ, നമ്മൾ എന്ത് നേടി, കുറേ ഫുഡ് കഴിച്ചു, കുറേ വസ്ത്രം ഇട്ടു, കുറേ കാലം ജീവിച്ചു. അതിലുപരി നമ്മൾ എന്ത് ഈശോയ്ക്ക് മാതാവിന് വേണ്ടി ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഫയർ വർക്സിൻ്റെ ഗവൺമെൻറ് ലൈസൻസിയാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായിരുന്നു. ആ അപകടം ഹസ്ബൻഡ് വന്നുള്ള, പക്ഷെ അത് 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ സാധിച്ചു. എൻ്റെ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലം മാതാവിൻ്റെ ഒരു ഫോട്ടോ സ്ഥിരം ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും എൻ്റെ കഴുത്തിൽ ആ ബാഗിൽ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടാവും. ഞാൻ കാണുന്നവരോടൊക്കെ മാതാവിനെ കുറിച്ച് പറയും. അതുപോലെ എനിക്കൊരു മുടക്കവും വന്നുള്ള. അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് ചെന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അതിനോട് ചേർന്ന് ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷെ അവരത് കൊടുക്കില്ല ഒരിക്കലും മൊത്തത്തിൽ എന്നായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ചെല്ലുമ്പോൾ അന്ന് ടോക്കണും കൊടുത്തേക്കാണ്. മാതാവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം അതായിരുന്നു. പക്ഷെ ഞാനത് മനസ്സിൽ അത് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ എന്തിനാ ആഗ്രഹിക്കണേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം, 5 സെൻറ്റ് സ്ഥലം ഇല്ലേ എന്നോർത്ത് ഞാൻ പോയി. പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ടോക്കൺ കൊടുത്തേക്കണു. അത് ഏറ്റവും വലിയ നേർച്ച വസ്തു. ഞാൻ അതിനകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഇനി കൊടുക്കാനുള്ള സ്ഥലം അത് മൊത്തം ഞങ്ങൾ എടുക്കേണ്ട വരും. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് നടത്തി തരട്ടെ. അടുത്തതായിട്ട് എൻ്റെ എൻ്റെ വിരൽ പഴുത്ത് ആകെ ബുദ്ധിമുട്ടായി, നഖമൊക്കെ പോയി എന്നുള്ള മട്ടായി പഴുത്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലൊന്നും തൈലത്തിൻ്റെ കാര്യമൊന്നും ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ തൈലം പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഓർത്തു, അയ്യോ മാതാവിൻ്റെ തൈലം ഉപ്പുണ്ടല്ലോ, എന്നാൽ പിന്നെ ചൂടുവെള്ളത്തിലിട്ട് ഞാൻ ഉപ്പിട്ട് കഴുകുകയും തൈലം പറ്റുകയും ചെയ്യുന്ന ഫലമായി അത് സുഖപ്പെട്ടു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിലും ആദ്യമേ തുടങ്ങി കുടുംബ പ്രാർത്ഥനയ്ക്കും ഒന്നിനും ഒരു കുറവില്ലാത്ത കുടുംബമാണ്. പക്ഷെ നമ്മളെ ഏതോ ഒരു ശക്തി നിയന്ത്രിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഒരു തെറ്റ് ചെയ്താലും പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മമാരെ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ അത്രയും അനുസരിക്കില്ല. പക്ഷേ നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മളോട് അമ്മയെ വഴക്ക് പറയും എന്നുള്ള പേടിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, ഇവൾക്ക് എപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇടയ്ക്ക് എന്നിട്ട് പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും സാധിച്ചു തന്നെ. എൻ്റെ എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ട്രെയിനിൽ കയറി.
ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ മാരാരിക്കുളത്തേക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ നിന്ന് ഒരു നീല ഉടുപ്പിട്ട ഒരു കുട്ടി 23 വയസ്സുണ്ട്. അത് മാത്രം ആ മാരാരിക്കുളത്ത് വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഇളയ മോളും ഉള്ളൂ. അപ്പോൾ ആ കുട്ടി ഞങ്ങളോട് ചോദിച്ചു, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉടുപ്പിട്ട ആ കുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കൃപാസനത്തിലേക്കാണ്, അപ്പോൾ എന്നോട് കൂട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് ആ മോളെ ഞങ്ങൾ കയറ്റി. ഒരു ലാച്ചിയാണ്, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സാരി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലാച്ച മോഡലിലുള്ള സാരിയാണ്. ഞാൻ ആ കുട്ടീനെ വണ്ടി കയറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഇറങ്ങണേ? കൃപാസനത്തിലാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ ഇറങ്ങിയപ്പോൾ അപ്പോൾ കയറിനേക്കാൾ മുമ്പ് ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞു, ആദ്യം ചേച്ചി മോളും കയറ്, എന്നിട്ട് ഞാൻ കയറണോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം കയറി വണ്ടിയിലിരുന്നു. അറ്റത്തായിട്ട് ആ കുട്ടി ഇരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു, ഈ കുട്ടീനെ അവിടെ ഇറക്കിക്കോ, ഇനിയും കൂടുതൽ പൈസയൊന്നും വാങ്ങരുതട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നില്ല, നീല ഉടുപ്പ് മാത്രം ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. പക്ഷെ മാതാവ് ഇവിടെ വന്ന് ഓട്ടോറിക്ഷയിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ പരിശുദ്ധ അമ്മയാണ് ആയിരിക്കുന്നത്. നമ്മുടെ അമ്മ തന്നെ പരിശുദ്ധ അമ്മയോട് അത്രമാത്രം സൗന്ദര്യമുള്ള എൻ്റെ മുഖത്തേക്ക് ചിരിച്ചു. ഞാൻ പോന്നു, എനിക്കറിയില്ല പരിശുദ്ധ അമ്മയാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. രാത്രി 11:30 ഞാൻ ഓരോ ഉറക്കത്തിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാൻ ആ പരിശുദ്ധ അമ്മയായിരുന്നു എന്ന്. അപ്പം ഞാൻ മനസ്സിലോർത്തു, ദൈവമേ എനിക്ക് ഒന്നോടെയും കാണാമായിരുന്നു, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു എന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഒരിക്കലും സാധിച്ചില്ല. ഞാൻ വേഗം എൻ്റെ സഹോദരിമാർക്കും ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഞാനിന്ന് പരിശുദ്ധ അമ്മേനെ കണ്ടു. എൻ്റെ മക്കളോടും പറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മേനെ കണ്ടു. പക്ഷേ ഇപ്പോഴും എനിക്ക് സങ്കടമായേക്കാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു, അത് ഉറപ്പാണ്, അത് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു. ആ പരിശുദ്ധ അമ്മേനെ കാണാനും പറ്റി, സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ നിറച്ച് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. ഞാൻ ശ്വാസം മുട്ടി വാതിൽ തുറന്നു അവിടെയൊക്കെ നോക്കി, ഒരു പെർഫ്യൂമോ ഒന്നുമില്ല. പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ആ മുറിയിൽ എനിക്ക് ശ്വാസം മുട്ടി അത്രയും സുഗന്ധമായിരുന്നു. ഞാൻ വാതിൽ തുറന്നതിന് ശേഷമാണ് എനിക്ക് ആ സുഗന്ധത്തിൻ്റെ കാഠിന്യം കുറയാൻ സാധിച്ചത്. അങ്ങനെ ഇപ്പോഴും മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഇത് കണ്ടിട്ടാണ് എൻ്റെ മക്കൾ 2 പേരും ഉടമ്പടി എടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി. അങ്ങനെ ഇളയ മോൾ ആദ്യം ഉടമ്പടി എടുത്തു, അവൾക്ക് അഡ്മിഷനും കിട്ടി. അവൾ കഴിഞ്ഞ മാസം ഇവിടെ വരുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം പൈസയും കൊണ്ട് ഞാൻ ഒരു മാസം വരും. ഓക്കെ, അവൾക്കൊരു ട്യൂഷൻ കുട്ടീനെ കിട്ടി, +2. അവിടെ 1200 രൂപ അവൾക്ക് ഫസ്റ്റ് മാസം കിട്ടിയ പൈസയും കൊണ്ടാണ് അവൾ കഴിഞ്ഞ മാസം മാതാവിൻ്റെ അടുത്ത് വന്നത്. മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ മാതാവിനുള്ളത് ആദ്യം അവൾ നേർച്ചയിട്ടു, പിന്നെ ഫുഡും ഞാൻ കൊടുത്തു വിട്ടു. അവൾക്ക് 6 പൊതി ഫുഡ് അതെല്ലാം കൊടുത്തതിന് സന്തോഷവതിയായിട്ട് പോണേ. ഇപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ബൈബിൾ വായിക്കുകയാണ്, സാക്ഷ്യം കേൾക്കാണ്, കൂടുതൽ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഒത്തിരി മാറി. എൻ്റെ 2 മക്കളും പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു കണ്ടൻ്റാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രാർത്ഥന സഹായം ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കാറുള്ളത്. പിന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ ജപമാല റാലിയിലുള്ള ഞാൻ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് കഴിഞ്ഞ മാസം വരെ ഞാനൊരു നിശ്ചിത പൈസ ഞാൻ മാതാവിന് എൻ്റെ QR കോഡിൽ സ്കാൻ ചെയ്ത് ഇടുന്നുണ്ട്. അടുത്ത ജപമാല റാലി വരെ ഞാനതിടും, തുടർന്നും ഇടും. എന്നും ഞാനത് QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് ഇടുന്നുണ്ട്. ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ ക്യൂവിൽ ക്യാൻസർ രോഗികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അമ്മച്ചി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ആ അമ്മയ്ക്ക് ഞാൻ കുറച്ച് പൈസ, ഹസ്ബൻഡ് മരിച്ചു, വീടൊക്കെ വിറ്റു, ഒരു ഷെഡാണ് പണിതിരിക്കുന്നത്. ആ അമ്മയ്ക്ക് അപ്പോൾ തന്നെ ഇത്തിരി പൈസ ഞാൻ കൊടുത്തു. വീട്ടിൽ ചെന്ന് ഞാൻ കൊടുത്തു. പിന്നെ എൻ്റെ സഹോദരി, അവൾ ജർമ്മനിയിലാണ്, അവൾ കുറച്ച് ക്യാഷ് അയച്ചു തന്നു. ഒരു പഠിക്കാൻ കഴിയില്ലാത്ത കുട്ടിക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തു. ഈ അമ്മച്ചിക്കും കൊടുത്തു പൈസ. അങ്ങനെ നമുക്ക് കണ്ടെത്താനാവും വിധം ഞാൻ എവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവരൊക്കെ കണ്ടെത്തി. അവർക്കൊരു ചെറിയ എമൗണ്ട് സഹായിക്കും, വലിയ എമൗണ്ട് ഒന്നല്ല കൊടുക്കുന്നത്. അത് ഞാൻ ആരോടും പറയാറില്ല, ഈവൻ ഹസ്ബൻഡ് പോലും അറിയാറില്ല. കാരണം ഞാൻ എല്ലാവർക്കും, എൻ്റെ ബ്ലഡിൽ അങ്ങനെ ഒരു ചെറുപ്പം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നവരെ.
മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല മനസ്സാവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ചിട്ടില്ല മക്കളെ, അവർ സ്വയം വന്ന് ഉടമ്പടി എടുത്തതാണ്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മോള് പഠിക്കുന്നിടത്ത് ഇപ്പം 5 കാശ് രൂപവും ഉപ്പും തേനും കൊടുത്തു. എൻ്റെ മോളുടെ കൂടെയുള്ള 5 കുട്ടികളും ആ കാശ് രൂപം വെച്ച് ഇവിടെ ഇരിക്കുന്ന സമയത്ത് 5:30 അവക്കോടൊപ്പം പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നു. എല്ലാവരോടും മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളാരും വിഷമിക്കേണ്ട. പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമ്മളെല്ലാവർക്കും ഓരോ അനുഗ്രഹമെങ്കിലും മാതാവ് തരും. നിങ്ങൾ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട, എനിക്ക് കിട്ടിയില്ലോ. ഞാനും അങ്ങനെ വിചാരിച്ചു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നാൽ എനിക്ക് എന്ത് കിട്ടി? പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് എല്ലാം കിട്ടി. നിങ്ങൾക്കും എല്ലാം കിട്ടും. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മയെക്കുറിച്ച് എല്ലാവരോടും പറയണം. വിശ്വാസമുള്ളവരോടും ഇല്ലാത്തവരോടും പറയണം. പരിശുദ്ധ അമ്മ ഒത്തിരി അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് തരും. എല്ലാവരും മാറണം. പ്രാർത്ഥനയിൽ കൂടുതൽ ഭക്തിയായിരിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ നേരം ചെലവഴിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ധ്യാനത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ധ്യാനം കൂടും. ഞാൻ 36 മാസത്തോടത്തോളം ആയിട്ടുണ്ടെങ്കിൽ 36 മാസവും ഞാൻ ധ്യാനം വന്ന് 12:30 ഞാൻ ഷോപ്പ് അടച്ച് പോരുമ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു എയർപോഡ് വാങ്ങിച്ചു. 12:30 ശേഷം എൻ്റെ ചെവിയിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ഓൺ ദ വേയിൽ അത് ചെവിയിൽ വയ്ക്കും. റോട്ടിലല്ല, തൊട്ടടുത്താണ് വീട്. അപ്പോൾ ആ എയർപോർട്ടിൽ കൂടെ ഞാൻ ആ ധ്യാനം പൂർത്തീകരിക്കും. 1 മണിക്ക് 1:05 സമയങ്ങളിൽ നമ്മുടെ ധ്യാനം തീരും. തീരെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ അത് സ്പ്ലിറ്റായിട്ട് ആ ദിവസം തന്നെ 2 പ്രാവശ്യമായിട്ട് കാണും. 14 സാക്ഷ്യം എല്ലാ ദിവസവും ഞാൻ കാണും. 14 ഷെയർ ചെയ്തില്ലെങ്കിലും എനിക്ക് തൃപ്തികരമായ മിക്ക സാക്ഷികളും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും. എൻ്റെ ഷെയർ സ്റ്റാറ്റസ് എല്ലാവരും കാണാൻ. എൻ്റെ സാക്ഷ്യം കാണാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രൈസാണ്. സാക്ഷ്യം കണ്ട് എനിക്ക് ഭക്തി കുറയുമ്പോൾ ഞാൻ അപ്പം കാണുന്നത് സാക്ഷിയാണ്. സാക്ഷ്യം കാണുമ്പോൾ എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടും, കൂടുതൽ ഭക്തി കിട്ടും, കൂടുതൽ പ്രാർത്ഥിക്കാൻ തോന്നും. സാക്ഷ്യമാണ്. നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ സാക്ഷ്യം കാണാം. സാക്ഷ്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. ചില സാക്ഷ്യങ്ങളിൽ നമ്മുടെ സാക്ഷിയുമായിട്ട് നന്നായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഭക്തി തോന്നും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-11 പറയുന്നത് പോലെ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ. അവർ തീഷ്ണതയിൽ, ആത്മാർത്ഥതയിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ആ ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാക്ഷ്യങ്ങളിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മെഴുകുതിരിയിലും സുഗന്ധാഭിഷേകത്തിലും ഒക്കെ ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഈശോയും അമ്മയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കൃപ ലഭിച്ചത്. അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നത് ഈശോയും അമ്മയുമാണ്. പണ്ടൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞാൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈശോയും അമ്മയും എല്ലാം നടത്തി തരികയാണ്. മറ്റുള്ളവർക്ക് എത്രമാത്രം കൊടുക്കുന്നു അത്രമാത്രം ദൈവം അതിനനുസരിച്ച് അതിന് കൂടുതൽ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്രമാത്രം കൊടുക്കണമെങ്കിൽ അത്ര തീഷ്ണതയോടെയാണ് പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവമെല്ലാം വാരി കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഓരോ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ സാധിക്കുമെന്നാണ് ഉടമ്പടി പുതുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അത് തന്നെയാണ്. വിശുദ്ധിയിലേക്കുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു പാതയാണ്, ഒരു വഴിയാണ് തുറന്നു നൽകുന്നത്. അങ്ങനെയാണ് മാരാരികുളത്ത് നിന്ന് പോന്നപ്പോൾ യാത്രാമധ്യേ ഒരു പ്രസൻസ് ഫീൽ ചെയ്ത് അത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് മനസ്സിലാക്കാതിരുന്ന് തിരിച്ചറിയാൻ പറ്റിയ എമ്മാഹൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ കൂടെയുള്ള ഈശോയുടെ സാന്നിധ്യം പോലെ തന്നെയാണ് മാരാരികുളത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്ന ആ സാന്നിധ്യം എന്തോ പ്രത്യേകമായി തോന്നി. നീല സാരിയും ഒരു വ്യത്യസ്തമായ വ്യക്തിത്വമൊക്കെ കണ്ടപ്പോൾ അത് ഒരു അമ്മയുടെ ഒരു പ്രസൻസ് പോലെ തോന്നി. പക്ഷെങ്കിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ അന്ന് രാത്രിയിൽ വൈകിട്ട് തന്നെ അമ്മ തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അത് ഞാനായിരുന്നു എന്ന്. ഈശോയും അമ്മയും കൂടെ ചേർന്ന് ഒട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ സാന്നിധ്യം മനസ്സിലാക്കുകയും അമ്മ തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയുമാണ്, അത് ഞാനായിരുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയോടും ചേർന്ന് നിൽക്കുവാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. എല്ലാ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ഈശോയോട് ചേർന്ന് നിന്ന് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ, അതായത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും
ആ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടിയിൽ നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് കൂടുതൽ തീഷ്ണതയോടെ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഷീബ വർഗീസിന് കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ചും മകൾ വർഷയ്ക്കും മൂത്ത മകൾക്ക്, ഈ 2 മക്കൾക്കും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും വിജയം നൽകിയ അനുഗ്രഹിച്ച ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആത്മീയതയിലുള്ള ആ തീഷ്ണതയിലാണ് അവർക്ക് ആ റിസൾട്ട് കിട്ടിയത്. സങ്കീർത്തനം 20:5 പറയുന്നത്, നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും, കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ആ വിജയ പതാകകൾ പാറിക്കുവാനുള്ള അവസരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രതിഷ്ഠീകരണത്തിന് സാക്ഷികളാക്കി നമ്മെ മാറ്റണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഷീബയ്ക്കും കുടുംബത്തിന് ലഭിച്ച അമ്മയുടെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിജി വിനോയ്. ഞാൻ വരുന്നത് ഷാർജയിൽ നിന്നാണ്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനിപ്പോൾ വന്നേക്കുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞും എനിക്കറിയാമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അത്രയും കൃപാസനത്തെ പറ്റി അങ്ങനെ കേൾക്കാറില്ലായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ പറഞ്ഞാണ് ഞാൻ കുറച്ചുകൂടെ മാതാവിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് എൻ്റെ ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ജൂലൈ 15-ാം തീയതി ഇവിടെ വന്ന് ഞാനും എൻ്റെ ഫാമിലിയുമായി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനു മുന്നേ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പല തടസ്സങ്ങൾ മൂലം എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയങ്ങളിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഓൺലൈൻ ഉടമ്പടിയിൽ എടുത്തിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു ആരാധന, ചൊവ്വാഴ്ചത്തെ ആരാധനയുടെ സമയത്ത് ആശീർവാദ സമയം എനിക്ക് ഒരു രോഗസൗഖ്യം ലഭിച്ചു. അത് ഞാനൊരു സർജറി കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്ന് സർജറി കഴിഞ്ഞ് പോയി. എനിക്ക് റെസ്റ്റൊന്നും കിട്ടിയില്ല. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് എനിക്ക് ഭയങ്കര വയറിന് വേദനയായി. ഞാൻ സിക്ക് ലീവായിരുന്നു. ആ സമയത്ത് എനിക്ക് ചിരിക്കാനോ ചുമയ്ക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. വേദന മൂലം ഞാനിങ്ങനെ കിടന്ന സമയത്താണ് അച്ഛൻ്റെ ആശീർവാദം ഞാൻ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കണ്ടത്. ആ സമയത്ത് ഞാൻ ആശീർവാദം ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥന കൂടി. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, വയറിൽ വേദനയുള്ളവർ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ വയറ് കൈവച്ച് പ്രാർത്ഥിച്ചു. ആഫ്റ്റർ 5 മിനിറ്റ്സ് ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് എൻ്റെ വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചുമയ്ക്കാൻ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ദൈവമേ, ചുമച്ച എനിക്ക് വയറ്റി വേദനയാകുമല്ലോ. പക്ഷേ വന്ന സമയം ഞാൻ പെട്ടെന്ന് ചുമച്ചപ്പോൾ എനിക്ക് വയറ്റി വേദന വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിക്കാൻ തുടങ്ങി, ചിരിച്ചു, വേദന വന്നില്ല. പിന്നെ ആ വേദന എനിക്ക് വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഒരു വിത്തിൻ 3-4 ഡേയ്സ് ആ സമയത്ത് എൻ്റെ വയറ്റിലൊരു ഫുഡ് കളക്ഷനായിട്ടൊരു മുഴ പോണക്കുണ്ടായിരുന്നു. അത് ആരാധനയോടുകൂടി തന്നെ അത് മാറി. പിന്നെ അത് ഉണ്ടായിട്ടേ ഇല്ല. അടുത്ത സാക്ഷ്യം ഞാനിവിടെ വന്നത് പറയുന്നത്, എനിക്ക് അയർലൻഡിലോട്ടൊരു ജോലി ലഭിച്ചത് അത് പരിശുദ്ധ അമ്മയുടെ സമയച്ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 1 വർഷത്തിന് മുകളിലായി ഞാൻ അയർലൻഡിലോട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷ വയ്ക്കുന്നു. ഇൻ്റർവ്യൂ ഒന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഈ സമയങ്ങളിൽ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ജപമാല ചൊല്ലി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 1001 മണി ജപമാല ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു. ഒരു ദിവസം ഓരോ 1001 മണി ജപമാലയും കഴിയുമ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും, അടുത്ത ജപമാല തീരുമ്പോഴത്തേക്കും എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടണമെന്ന്. ഒരു ദിവസം പെട്ടെന്ന് ഞാനിങ്ങനെ നിന്ന സമയത്ത് എനിക്കൊരു ഏജൻറ്റിൻ്റെ മെയിൽ വന്നു. ആ മെയിൽ എന്നോട് ചോദിച്ചു, നീ ഇൻ്റർവ്യൂവിന് റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, റെഡിയാണ്. വിത്തിൻ 2-3 ഡേയ്സിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. അതും മാതാവിൻ്റെ അനുഗ്രഹം മൂലമാണ്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമുക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് വരാറ്. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഫേസ് ടു ഫേസ് ആയിരുന്നു.
ആ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ആ പോകുന്ന സമയങ്ങളിൽ ഞാൻ കൊന്തച്ചൊല്ലിയും വിസ്ത് തൈലും പൂശിയും ഉപ്പ് എൻ്റെ പോക്കറ്റിലിട്ടുമായിരുന്നു പോയത്. പോയ സമയങ്ങളിലൊക്കെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജോലി എനിക്ക് ലഭിക്കുന്നതെങ്കിൽ, ഈ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു അടയാളം ചോദിച്ചിട്ടാണ് പോകുന്നത്. പോയി അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂവിന് വന്ന എൻ്റെ ഏജൻറ്റ് ആക്ച്വലി അവർ അയർലൻഡിൽ നിന്ന് വന്നവർ തന്നെയായിരുന്നു. അപ്പോൾ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് വൈറ്റ് ഷർട്ടും നീല ജീൻസും സെയിം ഡ്രസ്സ് തന്നെയായിരുന്നു ഞാനും ഇട്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നി ഇത് മാതാവ് തരുന്ന ഇൻ്റർവ്യൂ തന്നെയാണ്. അത് തന്നെയല്ല, ആ ഇൻ്റർവ്യൂവിന് കിട്ടുന്ന സമയം ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും 1 മണി ജന്മമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഏജൻറ്റിൻ്റെ പേര് മരിയ എന്നായിരുന്നു. അപ്പോൾ ഈ മരിയ എന്ന പേര് കണ്ടു. എനിക്ക് ഇൻ്റർവ്യൂവിന് നീ റെഡിയാണോ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെ തരുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഒരു മരിയ എന്നൊരു പേരിൽ ഒരു ഏജൻറ്റ് എന്നെ ഒരിക്കലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞാൻ ഇൻ്റർവ്യൂ സമയമായി. വിത്തിൻ 5 മിനിറ്റ്സ് ഇൻ്റർവ്യൂ ഹാളിൽ കയറി. അവിടെ ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്ന മാമാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. മാം ഇട്ടിരുന്ന ഡ്രസ്സ് പച്ച ഫ്രോക്കായിരുന്നു ഇട്ടിരുന്നത്. ആ ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചത്തിരി, ആ പച്ചത്തിരിയുടെ കളർ ഏതാണോ ആ സെയിം കളറ്. അവിടെ അപ്പോഴെനിക്ക് തോന്നി ഇതെനിക്ക് മാതാവ് കൊണ്ടുവന്ന ഇൻ്റർവ്യൂ ആണ്. ഞാൻ ഇൻ്റർവ്യൂ സാധാരണ നമുക്ക് ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് മനസ്സിലാകത്തില്ല. ആ സമയത്ത് എനിക്കൊരു സംശയം വന്നില്ല. എന്തൊക്കെയാണോ അവർ ചോദിച്ചത് അതെല്ലാം പറഞ്ഞു. പിന്നെ അവരെന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് നീ പറഞ്ഞു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാനൊരു 3/4 മണിക്കൂറേലും പ്രതീക്ഷിച്ചു. പക്ഷേ അത്ര സമയമൊന്നും അവർ ചോദിച്ചില്ല. ചോദിച്ചതിനെല്ലാം ഞാൻ ആൻസർ പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ അന്ന് വൈകുന്നേരം എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം എനിക്ക് കിട്ടിയില്ല. 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇൻ്റർവ്യൂ സെലക്ഷനായി. അത് കഴിഞ്ഞപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ അവിടുത്തെ DL പുതുക്കേണ്ട സമയമായിരുന്നു. ലാസ്റ്റ് ഇയറിൽ എനിക്കൊരു കുഴപ്പമില്ലാതെ DL കിട്ടി. ഈ വർഷം വന്നപ്പോഴത്തേക്കും എനിക്ക് പല പല തടസ്സങ്ങൾ വരാൻ തുടങ്ങി. ആ സമയം ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, സമയ ചുരുക്കത്തിൻ്റെ മാതാവേ, എനിക്ക് DL കിട്ടിയാൽ മാത്രമേ എൻ്റെ ഈ ഇൻ്റർവ്യൂ കിട്ടിയത് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് നീ ഇത് സാധിച്ചു തരണം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോരോ തടസ്സങ്ങൾ വന്നു. പ്രത്യേകിച്ച് എൻ്റെ BSc കോളേജിൽ നിന്നുള്ളൊരു പേപ്പറിന് തടസ്സം വന്നു. ആ സമയം ഞാനിങ്ങനെ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഒരിക്കലും അതെനിക്ക് ശരിക്കും ഗയാന എന്നിട്ടുള്ളൊരു പേപ്പറായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒരു കാര്യം നീ അവരെ ഫോൺ എടുത്ത് വിളിക്കാൻ പറഞ്ഞു. ചിലപ്പം വിളിച്ചാൽ നമുക്ക് അവിടുത്തെ സമയം ഇവിടുത്തെ സമയം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വിളിച്ചാൽ ചിലപ്പോൾ അവരെ തന്നെ കിട്ടത്തില്ല. പക്ഷേങ്കിൽ എനിക്ക് അന്ന് കിട്ടിയത് അവിടുത്തെ രജിസ്ട്രാറിൻ്റെ ഒരു സൈനായിരുന്നു വേണ്ടത്. കറക്റ്റ് ഞാൻ ഫോൺ വിളിച്ചപ്പം ആരെയാണോ എനിക്ക് ആവശ്യമുള്ളത് ആ രജിസ്ട്രാറെ തന്നെ എനിക്ക് ഫോണിൽ കിട്ടി. അപ്പോൾ അവിടുന്ന് ആ സാറ് ചോദിച്ചു, നിനക്ക് രജിസ്ട്രാറിൻ്റെയാണ് സൈൻ വേണ്ടത്? ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ മെയിൽ അയച്ചു തന്നു. ആ രാത്രി തന്നെ അവരെനിക്ക് ആ പേപ്പറുകൾ എന്തൊക്കെയാണോ സൈൻ ചെയ്ത് തരേണ്ടത് അതെല്ലാം ചെയ്തു തന്നു. ഞാനത് അപ്ലോഡ് ചെയ്തു. വിത്തിൻ 1 ഡേ അതെനിക്ക് ശരിയായി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടുത്തെ ഒരു MOHൻ്റെ ഒരു ഇതും കൂടെ ഒരു ലെറ്റർ കൂടെ വേണമായിരുന്നു. അന്നേരം ഞാൻ എന്നും എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരുന്നത് അവിടെ. പക്ഷേ ആ സമയത്തൊന്നും അവൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അവളെന്നോട് പറഞ്ഞു, നീ ഇതിലോട്ടൊരു മെയിൽ അയക്കാൻ പറഞ്ഞു. ഒരു മെയിൽ അയക്കാനൊരു അവിടെ മാഡത്തിൻ്റെ മെയിൽ തന്നു. അത് ഞാൻ അയച്ചു. അതും വിത്തിൻ 1 ഡേയിൽ എനിക്ക് ശരിയായി. അതിന് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് മെയ് മാസം 1-ാം തീയതി, അതായത് മെയ് മാസം 3-ാം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, നീ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, ആ ദിവസത്തിന് മുന്നേ എനിക്ക് എൻ്റെ DL അപ്രൂവായി കിട്ടണം. മെയ് 1-ാം തീയതി വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ DL അപ്രൂവായി എന്ന് പറഞ്ഞ് മെയിൽ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഏജൻസിയിൽ അയച്ചു കൊടുത്തു എൻ്റെ എല്ലാ പേപ്പറുകളും. പിന്നെ അങ്ങോട്ട് സമയ ചുരുക്കത്തിൻ്റെ മാതാവായിരുന്നു. മാതാവ് എനിക്കെല്ലാം പെട്ടെന്ന് വിത്തിൻ 1 മന്ത് എന്ന് പറഞ്ഞോണക്ക് എല്ലാം ശരിയായി കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഒക്ടോബറിലോട്ടാണ് ജോയിനിങ് തരുന്നത്. അവിടെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു മാതാവിനോട്, എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അവർക്ക് മെയിൽ അയച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഏജൻറ്റിൽ നിന്ന് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചു നോക്കാം, അവർ സമ്മതിക്കുവാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അവിടെയും എനിക്ക് മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഒക്ടോബർ എന്നുള്ളത് ഓഗസ്റ്റായി. അവിടുന്ന് എല്ലാ പേപ്പറുകളും ഫാസ്റ്റായിട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു
4 to 8 വീക്സ് എടുക്കും അയർലൻഡിൻ്റെ എംപ്ലോയി വിസ കിട്ടാനെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ അതിന് മുന്നേ തന്നെ വിത്തിൻ 1 വീക്ക് അല്ലെ 2 വീക്സ് വിസ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആനുവൽ ലീവ് അപ്ലൈ ചെയ്തു. കാരണം എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞു, 2 വീക്സ് കഴിഞ്ഞു, എനിക്ക് വിസ അപ്രൂവ് ആകുന്നില്ല. ലാസ്റ്റ് ഫ്രൈഡേ ഞാൻ മാതാവിനോട് ഒരു 2:30 ആയ സമയത്ത് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇന്ന് വിസ അപ്രൂവ് ആയില്ലെങ്കിൽ എനിക്ക് അമ്മയുടെ മുന്നിൽ വരാനും സാക്ഷ്യം പറയാനും സാധിക്കില്ല. എനിക്കത് സാധിച്ചു തരണമെങ്കിൽ നീ ഇന്ന് എനിക്ക് വിസ അപ്രൂവ് ആക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെഞ്ചിരിച്ച തൈലും ഞാൻ എൻ്റെ നെറ്റിയിലും എൻ്റെ ഫയലിലും എല്ലാം ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അതിനു മുന്നേ തന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ഇതിനും ഒരു 1 ഡേ മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഈ ഫ്രൈഡേ വിസ അപ്രൂവ് ആയില്ലെങ്കിൽ എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു 19-ാം തീയതി എനിക്ക് വിസ അപ്രൂവ് ആകണമെന്ന്. അത് ഞാൻ 2:30 പ്രാർത്ഥിച്ചു. 3 മണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സൈറ്റിൽ കയറി നോക്കിയപ്പം എൻ്റെ നമ്പർ വിസ അപ്രൂവ് ആയി കിടക്കുക. അപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി സന്തോഷമായി. അന്നേരം തന്നെ എനിക്കറിയായിരുന്നു സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഫ്രൈഡേ ആയിരുന്നു. സാറ്റർഡേ സൺഡേ വിസയുടെ അവിടെ ലീവ് ആയതുകൊണ്ട് നമുക്ക് അന്ന് പാസ്പോർട്ട് കിട്ടത്തില്ല. എനിക്ക് മൺഡേ 11 മണിയായപ്പോഴത്തേക്കും വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടി. ഞാൻ ആ പാസ്പോർട്ടുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇന്നലെ ഇവിടെ വന്നു. 2 ദിവസമായതുള്ളൂ ഞാൻ ഷാർജയിൽ നിന്ന് വന്നിട്ട്. ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ഇവിടെ വരുമ്പോൾ സാക്ഷ്യം പറയാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ മാതാവ് തരുന്നതാണെങ്കിൽ മാതാവ് എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാക്കി തരും. ഞാൻ എന്നാ ചെയ്തു, ഞാൻ രാവിലെ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്നാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഞാൻ വന്നു. 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി. 1:30 ക്ലാസ്സിന് കയറി. 2 മണിയായപ്പോൾ ഞാൻ ചുമ്മാ മൊബൈലെടുത്ത് നോക്കിയപ്പം എനിക്ക് ടിക്കറ്റ് വന്നിരിക്കുവാണ്. എനിക്ക് ഓഗസ്റ്റ് 6-ാം തീയതി അയർലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ്, ഞാൻ പ്രത്യേകം പറഞ്ഞു മരിയ എന്നുള്ളൊരു പേര്. ആ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് തന്ന ജോലിയാണ്, മാതാവിൻ്റെ കരുണയിൽ എനിക്ക് അവിടെ പോകാൻ പറ്റുമെന്ന്. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറിയൊക്കെ കിട്ടും. ഒരു ദിവസം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു സാലറി ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് ആ സാലറി കിട്ടുമായിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അറിയത്തില്ല, ചിലപ്പോൾ കിട്ടുമോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എനിക്ക് മാതാവ് ഞാൻ എന്ത് പ്രാർത്ഥിച്ചോ ആ സാലറി തന്നെ മാതാവ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ മക്കൾ ഇവിടെ വന്നിട്ടില്ല, എങ്കിലും ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി എപ്പോഴും എനിക്ക് വരാൻ പറ്റുന്നതെന്ന് അറിയില്ല. എൻ്റെ മോളുടെ ആണെങ്കിൽ നാക്കിന് ചെറിയ ടങ് ടൈ ഉണ്ടായിരുന്നു. ടങ് ടൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നാക്കിന് വള്ളി ഉള്ളത് കൊണ്ട് പറയുമ്പോൾ ചിലപ്പം ക്ലിയർ ആകത്തില്ല. അപ്പം ഞാൻ എന്നാ ചെയ്തു, എനിക്ക് ടെൻഷൻ കൂടുതലായതുകൊണ്ട് ഞാനത് സർജറിക്ക് വേണ്ടി ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ സർജറി എല്ലാം റെഡിയാക്കി. പക്ഷേ എന്തോ എൻ്റെ ഇൻഷുറൻസ് അപ്രൂവ് ആയില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ വന്ന് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് അവളെയും കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊച്ചിന് ഇനി ഒരു സർജറി ചെയ്യാനുള്ള ഇടവരുത്തരുത്, ഇത് മാതാവ് മാറ്റിത്തരണം. ഇപ്പോൾ അവൾ നന്നായിട്ട് സംസാരിക്കുന്നു. ഞാൻ അവൾക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന ദിവസവും പ്രാർത്ഥന കഴിയുമ്പോഴും ഉപ്പും കൊടുക്കാറുണ്ട്, നെറ്റിയിൽ തൈലം തൂറ്റി തേച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ മോൻ്റെ കയ്യിലൊരു മുഴ പോണക്കുണ്ടായിരുന്നു, ഗാംഗ്ലിയോൺ. അത് ഞാൻ ഓർത്തോടെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ച് വലുതായിട്ടുണ്ട്, അത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മോൻ്റെ കയ്യിൽ ഒരു സർജറി ചെയ്യാനുള്ള ഇടവരുത്തരുതേ മാതാവേ. ആക്ച്വലി ഞാനത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, ഞാൻ തൈലം തൂട്ടി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ലായിരുന്നു. ഒരു 2 മാസം മുന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്കിവിടെ വരുന്ന സമയത്ത് എനിക്കിത് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് ഒരുക്കി തരണം, അതെനിക്ക് തന്നാലേ ഞാൻ സാക്ഷ്യം പറയുള്ളൂ. പക്ഷെ ഞാനൊരു 2 മാസമായതേ ഉള്ളൂ. എല്ലാ ദിവസവും ഞാൻ അവനോടും പറയാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കണം എന്ന്. ഞാനത് തൈലം കിട്ടുന്ന സമയത്ത് അവനോട് ഓർക്കുന്ന സമയത്തൊക്കെ ഞാനത് തൈലം തൂത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ആ മുഴ കയ്യിലില്ല. കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ടും കുർബാനയ്ക്ക് പോകണം എന്നുള്ള ആളാണ്. അതെങ്ങനെയാണേലും ജോലി അറേഞ്ച് ചെയ്ത് ഞാനും എൻ്റെ ഫാമിലി എല്ലാ ആഴ്ചയിലും കുർബാനയ്ക്ക് പോകുന്നത്. പിന്നെ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് ഞാൻ വീട്ടിലും കുർബാന കൂടാറുണ്ട്. സന്ധ്യാപ്രാർത്ഥന അതൊരു നിർബന്ധമുള്ള കാര്യമാണ് ഞങ്ങളുടെ വീട്ടിൽ. ഒരിക്കലും അത് മുടങ്ങാറില്ല. ഞങ്ങളത് സന്ധ്യാപ്രാർത്ഥന എത്തിക്കാറുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ കുമ്പസാരിക്കാറുമുണ്ട്. അച്ഛൻ്റെ ധ്യാനം കഴിയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് ഞാൻ സാധാരണ ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ ഞാൻ വണ്ടിയെ പോകുമ്പോൾ ആ ഡെയിലി ബ്രെഡ് വെച്ച് കേട്ടോണ്ടാണ് പോകുന്നത്. രാവിലെ എണീക്കുമ്പോൾ ഞാൻ പ്രെയർ ചൊല്ലാറുണ്ട്. ഉടമ്പടിയിൽ അല്ലെങ്കിലും രാവിലെ ഞാൻ
പ്രെയർ ചൊല്ലാറുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഞാൻ എല്ലാ ദിവസവും ഈ പ്രെയർ ചൊല്ലിയാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത്. ഉടമ്പടി വന്നേ പിന്നെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ദേഷ്യവും എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ എന്താവശ്യം വരുമ്പോഴും ഞാൻ ആദ്യം എപ്പോഴും ഞാൻ മാതാവിൻ്റെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈശോയുടെയും കൂടെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. എൻ്റെ വാട്സപ്പിനകത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ ആ കാര്യങ്ങളെല്ലാം ആ സ്റ്റാറ്റസിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട്. അത് കണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് എപ്പോഴും, റിജി മാതാവിനെ ഒരിക്കലും സ്വര്യം കൊടുക്കാറില്ലെന്ന് തോന്നുന്നത്. റിജിയുടെ സ്റ്റാറ്റസ് കാണുമ്പോഴേ അറിയാം മാതാവിന് സ്വര്യം കൊടുക്കാത്ത ആളാണ്. അങ്ങനെ എല്ലാവർക്കും അറിയാം ഞാൻ ആ മാതാവിൻ്റെ കൂട്ടത്തിൽ പിടിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നതെന്ന്. ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. കാരണം ഞാൻ സമയമില്ലാത്ത സമയത്ത് മാതാവിൻ്റെ ആ സമയ ചുരുക്കത്തിൻ്റെ ഇതിലാണ് എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത്. എനിക്കറിയാനും ചിലപ്പോൾ സാധിക്കത്തില്ല ടിക്കറ്റ് വരാത്തതുകൊണ്ട്, അതും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി. ഞാനിനി ഓഗസ്റ്റ് 6 അയർലൻഡിലോട്ട് പോകുവാണ്. എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ നേഴ്സായിട്ടാണ്, രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് പോകുന്നത്. ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു പോലെയാണ്. ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 5-6 വചനങ്ങളാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഇന്ന് ഈ മകള് എല്ലാം ക്ലിയറായിട്ട്. അമ്മ ആ ടിക്കറ്റായിരുന്നു ഒരു പെൻഡിങ്ങിലുണ്ടായിരുന്നത്, അതും ഇന്ന് 2:30 ടിക്കറ്റ് കിട്ടി. ഷാർപ്പ് 4:30 സാക്ഷ്യം പറഞ്ഞു. അത് അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിനെ ഞാൻ തുഷാരബിന്ദു പോലെയാണെന്ന് പറയുന്നത് ഈ നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ തുഷാരബിന്ദു പോലെ തന്നെയാണ് കൃപ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾക്കിടയിലും നമ്മളെ നിലനിർത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ ദൈവമാണ്, ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിലൂടെ ദൈവകൃപ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമ്മെ സഹായിക്കുകയാണ്. ഈ മകളുടെ ജീവിതത്തിൽ ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ, ലില്ലി പോലെ ഞാൻ പുഷ്പിക്കും. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളിലും, ജോലിക്ക് പോയാലും ഇൻ്റർവ്യൂവിന് പോയാലും ഒക്കെ പുഷ്പിക്കുന്ന, വിടരുന്ന ഒരു ദൈവത്തിൻ്റെ ആ കൃപയാണ് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. ഇലവ് പോലെ അവൻ വേരുറപ്പിക്കുന്ന ആ വിശ്വാസം ഉടമ്പടിയിൽ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയിലേക്കുള്ളൊരു ജീവിതമാണ്, ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധമാണ്, ഒരു വേരുറച്ച വിശ്വാസ ജീവിതമാണ്. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കുമെന്നാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എവിടെ പോയാലും ഒലിവിൻ്റെ മനോഹാരിത എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സാമീപ്യവും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏജൻറ്റിൻ്റെ പേര് മരിയ എന്ന ഏജൻറ്റ് തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്, സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സ്ഥലം എവിടെയായാലും, ഏത് മതമായാലും, എവിടെ പോയാലും ഒരു സാന്നിധ്യം നമുക്ക് പല സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് മരിയ എന്ന പേര്. എന്തുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ പേര് വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കുന്നത്? അത് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ഒലിവിൻ്റെ മനോഹാരിത, ലെബനോൻ്റെ പരിമളവും നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ആ എക്സ്പീരിയൻസ് ആകുമ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ആ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. എവിടെ പോയാലും എന്തിനു പോയാലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയും മുന്നോട്ട് നയിക്കാം. റിജി ബിനോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ജോലിക്കും രോഗസൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങളും